എന്തൊക്കെ കള്ളത്തരായി പറയുന്നേ? ഓ മൈ ഗോഡ്, ഇനി നിഖിൽ ഇവരോടെല്ലാം പറഞ്ഞു കാണത്തൊന്നും ഇല്ലായിരിക്കും അല്ലേ? എന്ത് കള്ളത്തരം? പ്ലീസ് തനു, ഞങ്ങളല്ലാതെ ഇവിടെ വേറെ ആരും തന്നെ ഇല്ല. സോ സ്റ്റോപ്പ് ഇറ്റ് തനു, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഓ മൈ ഗോഡ്, എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? അബിയുടെയും നിന്റെ റിലേഷനെ പറ്റിട്ട് നീ ഞങ്ങളോട് പറഞ്ഞതൊന്നും തന്നെ ശരിയല്ല തനു. നിനക്കറിയാമോ, ഞങ്ങൾ അബിയെ കാണാൻ വേണ്ടി ചെന്നപ്പോ അവരുടെ കുടുംബക്കാർക്ക് ഞങ്ങളെ മനസ്സിലായത് പോലുമില്ല. അതിന്റെ അർത്ഥം ഇന്ന് വരെ അബി ഞങ്ങളെ പറ്റി അവരോട് പറഞ്ഞിട്ട് പോലും ഇല്ലെന്നല്ലേ? സത്യമെല്ലാം വേറെയാണ്. എന്നിട്ട് നീ ഞങ്ങളോട് കള്ളത്തരം പറയുന്നു. ഇല്ല മമ്മി, അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്തിനു കള്ളം പറയണം? ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. കള്ളം നീ എപ്പോഴും പറയാണ് തനു. നീ എന്താ പറഞ്ഞത് ഞങ്ങളോട്? അബിയുടെയും പ്രിയയുടെയും ഇടയിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലെന്നല്ലേ? ആണല്ലോ, അതിലെന്താ കള്ളമുള്ളത്? അവർ രണ്ടുപേരും ഭാര്യ ഭർത്താവിനെ പോലെ അല്ല ജീവിക്കുന്നത്. പിന്നെ അവരെല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ കാണിക്കത്തുള്ളൂ. പക്ഷെ ഒറ്റക്കായിരിക്കുമ്പോൾ അവർ അങ്ങനെ പോലും അല്ല, വെറും അന്യരാണ്. ഇനി നീ ഒന്നും തന്നെ പറയണ്ട. അത് ഒരു കള്ളം മറിക്കാൻ വേണ്ടിട്ട് എത്ര കള്ളം പറയും നീ? എന്തിനാ നീ അറിഞ്ഞുകൊണ്ടിങ്ങനെ സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? ഇനി നീ ഇത് മാത്രം പറയരുത്. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറയുന്നത് എന്താണെന്ന്. എന്നിട്ട് നിനക്ക് മാത്രം അറിയില്ലെന്ന്. അങ്ങനെ എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ സംസാരിക്കുന്നേ? എന്ത് മനസ്സിലായെന്നാ നിങ്ങൾക്ക്? ഇതാണ് കാര്യം, അബിയുടെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. ഇനി നിന്റെ കാഴ്ചപ്പാടിൽ അബിയും പ്രിയയും തമ്മിൽ ഒരു റിലേഷനും ഇല്ലെന്നാണോ? ഒരു റിലേഷനും ഇല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ പ്രഗ്നന്റ് ആയി? അവൾക്ക് അബിയുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ എങ്ങനെ സാധിക്കും? ആരാ പറഞ്ഞത് നിങ്ങളോട്? തനു, അത് അബിയാണ് പറഞ്ഞത്. തനു, ഞങ്ങൾക്ക് ഈ സത്യം നിന്നിൽ നിന്ന് തന്നെ അറിയണമായിരുന്നു. എന്തായാലും വല്ല മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി കാണും. മിസ്അണ്ടർസ്റ്റാൻഡിംഗ്? താനു, അബി അവന്റെ മുഴുവൻ ഫാമിലിയുടെ മുന്നിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞത് പ്രിയ അവന്റെ വൈഫാണെന്നും പിന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവന്റേതാണെന്നും. എന്നിട്ട് നീ പറയുന്നു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അബി മാത്രമല്ല, അവന്റെ അച്ഛൻ ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതെന്താന്ന് വെച്ചാ അവർക്ക് നിങ്ങളെ പോലെ ഒന്നും അറിയില്ല. നൗ ദാറ്റ്സ് എ ലിമിറ്റ്. നോക്കു തനു, നിനക്ക് എപ്പോ തുടങ്ങി ഇങ്ങനെ കള്ളം പറയുന്ന അസുഖം? അതോ അബിയുടെ കാര്യങ്ങൾ കൊണ്ട് നിനക്ക് ഭ്രാന്തായോ? നീ സത്യം അറിഞ്ഞു വെച്ചുകൊണ്ട് കള്ളം പറയുവാണോ തനു? ടെൽ മീ why you are so obsessed with അബി? വിട്ടേക്ക് അവനെ. നീ അവനെ മറക്ക്. ജസ്റ്റ് മൂവ് ahead. അവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ നീ വിചാരിക്കുന്നത്. പക്ഷെ അവർക്കിടയിൽ ഒരു ബന്ധം ഉണ്ട് തനു. അവർ നിന്നെ മണ്ടിയാക്കുകയാണ്. Oh, for God's sake, തനു, please understand. ഇനിയും സമയമുണ്ട്, ഒന്ന് മനസ്സിലാക്ക്. ഈ ഭൂമിയിൽ അബിയേക്കാൾ നല്ല ആണുങ്ങൾ ഉണ്ട്. പിന്നെ ഞങ്ങളില്ലേ? ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരും. പ്ലീസ് ഡാഡ്. എന്താ എല്ലാ അച്ഛനും അമ്മ ഇങ്ങനെയാണോ മക്കളോട് പറയാ? സ്വന്തം മകളുടെ കാര്യം അല്ലാതെ വേറൊന്നും മനസ്സിലാക്കത്തില്ല. എല്ലാം തെറ്റായി കാണുകയും ചെയ്യും. എന്നിട്ട് സത്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേറെ ബന്ധത്തിന് നിർബന്ധിക്കും. മമ്മി, ഡാഡി, പ്രിയ പ്രഗ്നന്റ് ഒന്നും അല്ല. അവള് പ്രഗ്നന്റ് ആണെന്ന് ആക്ടിങ് ചെയ്യാണ്. ദാറ്റ്സ് ഇറ്റ്. തനു, ഇത് നിന്റെ പുതിയ കഥയാണോ? സ്റ്റോറി അല്ല മമ്മ, അത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് എന്തിനു അഭിനയിക്കണം? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവില്ല തനു. മതി, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നീ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടും കഴിഞ്ഞു. ഇപ്പൊ നീ ഞങ്ങളെ പറയുന്നത് കേൾക്കണം. നിന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങളോടൊപ്പം വരണം. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. കേട്ടല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇവളെ മുംബൈയിലേക്ക് അയക്കരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ എങ്ങനെയാ അവള് മറുപടി പറഞ്ഞതെന്ന്? വട്ടായി പോയവക്ക്. ലാസ്റ്റ് ടൈം മുംബൈ വന്നപ്പോ നമ്മൾ ഇവിടെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. ഇനിയും സമയമുണ്ട് ഇവളുടെ ജീവിതം നശിച്ചു പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ. ഡാഡി പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേട്ട് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേ. എന്റെ ലൈഫ് സ്പോയിൽ ആയിട്ടില്ല. പക്ഷെ ഞാൻ ഈ വീട് വിട്ടിട്ട് വന്നാ പിന്നെ അപ്പോൾ നിന്റെ ലൈഫ് സ്പോയിൽ ആയി പോകും. എങ്ങനെ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നും അല്ല. പിന്നെ നീ പറയുന്നതിന്റെ അർത്ഥം എന്താണ് തനു? നോക്കു തനു, അബിയും പ്രിയയും തമ്മിൽ ഒരു ബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നീ പറയുന്നത് വിശ്വസിക്കാനേ. പക്ഷെ നീ മനസ്സിലാക്കുന്നില്ലല്ലോ. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നീ അബിയുടെ ലൈഫിൽ വെറും ഒരു രണ്ടാം സ്ഥാനക്കാരിയായി മാറും. മനസ്സിലായോ? ഞാൻ അബിയുടെ ലൈഫിൽ രണ്ടാമത്തെ പെണ്ണല്ല. രണ്ടാമത്തെ പെണ്ണ് പ്രിയാണ്. അവര് ഭാര്യ ഭർത്താവാണ്. പക്ഷെ അവർക്കൊരു കൊച്ചിന്റെ അമ്മയാവാൻ ഒരിക്കലും കഴിയില്ല. കാരണം അബിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല. പ്രഗ്നന്റ് പ്രിയ അല്ല, പ്രഗ്നന്റ് ഞാനാണ്. നിനക്കറിയാമോ നീ എന്തൊക്കെയാ പറയുന്നെന്ന്? ഇപ്പൊ എത്രയും നാണില്ല അത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുകൂടി ഒന്ന് പറയൂ, കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന്.
നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഹൗ കാൻ യു ഡു ദിസ്? ഹായ്, ഹൗ ആർ യു? ഞാൻ സുഖായിരിക്കുന്നു. നിങ്ങൾക്ക്? ശരി. നീ എന്നും എന്റേത് മാത്രമാണ്, മനസ്സിലായില്ലേ? എന്റേത് മാത്രം. ഞാൻ അഭിയുടെ പെണ്ണാണ്. ആദ്യം പറഞ്ഞതാണ്, എത്ര തവണ പറയണം? ദയവ് ചെയ്ത് എന്റെ നിസ്സഹായ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന നിർത്ത്, മനസ്സിലായോ? എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇതോ നിന്റെ വയറ്റിലെ കുഞ്ഞ് എന്റേതും പേര് പറയേണ്ടത് അബിയുടേതും. നിന്നെ സ്നേഹിക്കുന്നത് ഞാനാണ്, പക്ഷെ നീ വിവാഹം കഴിക്കുന്നത് അബിയെയും. ഇതാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? നിന്റെ പാരന്റ്സിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ബുദ്ധി നിനക്ക് ഉപദേശിച്ചു തരുമെന്ന്. പക്ഷെ നടന്നില്ല. അറിയില്ല എന്ത് പറഞ്ഞാ നീ അവരെ കബളിപ്പിച്ചതെന്ന്. നിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി. ഹായ്. ഹായ് തനു. ഹായ്. തനു, ഒരു കാര്യം ഈ കാണുന്ന എല്ലാവരോടും പറഞ്ഞേ പറ്റൂ. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റേതാണെന്ന്, അത് അബിയുടേതല്ല എന്ന്. ഇതെല്ലാം മറച്ചു വെച്ച് അബിയെ കല്യാണം കഴിക്കാനുള്ള നിന്റെ ഈ സ്വപ്നം, അത് സ്വപ്നമായി തന്നെ അവസാനിക്കും. ഇവൻ എന്റെ പുറകെ കൂടിയിരിക്കുക. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കില്ല, ആരോടൊന്നും പറയാനും സാധിക്കില്ല. പക്ഷെ ഞാൻ ഒരു മിനിറ്റ്. നിങ്ങളൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഈ ഫംഗ്ഷനിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്റെയും പ്രണവിന്റെ ആയിരുന്നു. അല്ലേ പ്രണവ്? അല്ലേ? നമ്മുടെ ഇത് കൊള്ളാലോ, വളരെ നല്ല കാര്യമാണല്ലോ. നിങ്ങൾ തന്നെ ഡാൻസ് ചെയ്തു, നിങ്ങൾ തന്നെ ജഡ്ജ്മെന്റ് നടത്തി, പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് നമ്പർ 1 ആണെന്ന് പറയുകയും ചെയ്തു. ഓഫ് കോഴ്സ് അമ്മ. അമ്മയ്ക്കറിയില്ലേ അമ്മയുടെ മോൾ എത്ര ടാലന്റഡ് ആണെന്ന്? പിന്നെ അതുമല്ല, എന്റെ ചടങ്ങിലും ഞാൻ തന്നെ കോntestant-ഉം ഞാൻ തന്നെ ജഡ്ജും, യുനോ. അതുപോലെ നിങ്ങളുടെ എല്ലാരും പെർഫോമൻസ് ഉണ്ടല്ലോ, കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ബോറിംഗ് ആയിരുന്നു. അല്ലേ? ബോറിംഗ്? അത് ശരി. എന്നിട്ടാണോ ഇവരുടെ ഡാൻസിന് ഇത്രയും കയ്യടിയും പ്രോത്സാഹനവും കിട്ടിയത്? നമ്മുടെയൊക്കെ എന്ത്, നിന്റെയും അബിയുടെ അച്ഛമ്മയുടെ ഡാൻസ് അല്ലായിരുന്നോ ഭയങ്കരം? അല്ല, ഡാൻസ് എന്ന് വെച്ചാ നിങ്ങളുടെയും നിങ്ങളുടെ കപ്സറപ്പിന്റെയും ആണ്. അയ്യോ, ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. മോളെ, മനസ്സിലായി. ചുമക്കുന്നത് നിർത്തിക്കോ. നീയും വളരെ നന്നായ ഡാൻസ് ചെയ്തത്. സന്തോഷമായില്ലേ? ഇനി ഇവൾക്ക് ചുമ വരില്ല, നോക്കിക്കോ. അതായിരുന്ന പ്രശ്നം. ഞാൻ വിചാരിച്ചു നിനക്കും കപ്സിറപ്പിന്റെ ആവശ്യമുണ്ട്. ഇല്ല അച്ഛമ്മേ, അങ്ങനൊന്നുമില്ല. എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല. എന്നാലും നിങ്ങളെല്ലാരും നല്ലതാണെന്ന് പറഞ്ഞല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തനു വേഗം അകത്ത് റൂമിലേക്ക് വാ. ഞാൻ നിന്റെ പപ്പ അവിടെ വെയിറ്റ് ചെയ്യാം. ഐ എം ഷുവർ നിഖിൽ എന്നെ പിന്തുടരുന്നുണ്ട്. എനിക്ക് എങ്ങനെ അയാളോട് സംസാരിക്കാൻ പറ്റും? ആരെങ്കിലും എന്നെ അയാളോടൊപ്പം കണ്ടാൽ എങ്കിലത് വലിയ പ്രോബ്ലം ആവും. നിഖിൽ, നീ എന്താ ചെയ്യുന്നത്? നീ എന്താ വിചാരിക്കുന്നത്? ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെന്നോ? എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന്. നിന്റെ പാരന്റ്സ് അബിയെ ഫോഴ്സ് ചെയ്യുകയാണ് ഈ സമയത്ത് നീയുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടത്താൻ. ബട്ട് ദ തിങ് ഈസ്, നീ എന്താ വിചാരിക്കുന്നത് ഞാനതങ്ങ് സമ്മതിച്ചു തരുമോ? ഒരിക്കലുമില്ല. നീ എന്റേത് മാത്രമാണ്. എപ്പോഴും നിന്റെയും നിന്റെ കുഞ്ഞിനുമേലും എനിക്ക് മാത്രമാണ് അവകാശമുള്ളത്. ആ അവകാശം എനിക്ക് മാത്രമേ ലഭിക്കൂ, മറ്റാർക്കുമല്ല.
പിന്നെ തനുവുമായുള്ള വിവാഹം, അതിനെനിക്ക് കുറച്ച് സമയം വേണം. അതുവരെയും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഇനി എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ഫംഗ്ഷന് ശേഷം. അബി, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. അങ്കിൾ, നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്ക. എങ്ങനെ നിന്നെ വിശ്വസിക്കും? നീ കാരണം എന്റെ മകളുടെ ഗതി ഇങ്ങനെയായി. ഇന്ന് അവളോടൊപ്പം നിൽക്കുന്നതിന് പകരം നീ പറയുന്നത് നിനക്ക് കുറച്ച് സമയം വേണമെന്ന്. കാരണം അതാണ് ശരി. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത്. തനു, എനിക്കെന്താണോ പറയാനുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞു. ഇനി നീയാണ് നിന്റെ പാരന്റ്സിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇത്ര പെട്ടെന്ന് എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്ന്. എന്നെ ഫോഴ്സ് ചെയ്തതെന്ന് പറയണം. കാരണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. വിവാഹം വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിനക്ക് എന്നിലും. പക്ഷെ നിന്റെ പാരന്റ്സിന് എന്നെ വിശ്വാസമില്ലെങ്കിൽ ആ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, എന്നെ സംബന്ധിച്ച് എന്റെ അച്ഛമ്മയും ഈ ഫംഗ്ഷനും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനി നീ തീരുമാനിക്ക്, നിനക്കേതാണ് വലുതെന്ന്. നിന്റെ പാരന്റ്സിന്റെ അഭിമാനമോ അതോ എന്റെ സന്തോഷമോ? എക്സ്ക്യൂസ് മീ. വാ, താഴെ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഫംഗ്ഷൻ നശിപ്പിക്കാൻ തയ്യാറല്ല. അബി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇനിയിപ്പോ അബി അവന്റെ മൈൻഡ് ചേഞ്ച് ചെയ്യുമായിരിക്കോ? ഇല്ല, അവൻ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കണ്ടോ, ഇതാണ് അവളുടെ ഇഷ്ടം. അവൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കെന്നല്ല, ഇവൾക്കോലും അറിയില്ല. അതെന്തായാലും നന്നായി. അബി മൊത്തം സിറ്റുവേഷൻ തന്നെ മാറ്റിമറിച്ചു. ഇനി എനിക്ക് അല്പം സമയം കിട്ടും എൻ്റെ നെക്സ്റ്റ് മൂവ് പ്ലാൻ ചെയ്യാനായിട്ട്. പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തില്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തില്ലാന, തില്ലാന തില്ലാന. പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തില്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തില്ലാന, തില്ലാന തില്ലാന. ഇതൊന്ന് നിർത്ത്. ഈ വെസ്റ്റേൺ മോഡേൺ മ്യൂസിക് ഇനി കുറച്ച് വ്യത്യസ്തമായ സംഗീതം ആവാം. ഇങ്ങോട്ട് വരൂന്നേ. വാ, വരൂ വരൂ. മേളക്കാരെ തുടങ്ങിക്കോ. ഏയ് മഴയേ മഴയേ മിന്നി മിന്നി തൂകൂ, ഇടി മിന്നലുമായി നീ പെയ്യൂ, മിഴിയിൽ തൂകും തുള്ളി തുള്ളി, മഴവില്ലോ നിരനിരയായി മിന്നും. ഏയ് മഴയേ മഴയേ മിന്നി മിന്നി പെയ്യൂ, കാർമേഘങ്ങൾ മഴയായി പെയ്തു, മഴവിൽ നിരനിരയായി നീ പെയ്യൂ, മഴവിൽ നിരനിരയായി നീ പെയ്യൂ, മഴവില്ലോ നിരനിരയായി നീ പെയ്യൂ. മഴയേ മഴയേ മിന്നി മിന്നി പെയ്യൂ. മഴയുടെ ഇടയ്ക്ക് എന്താ? മഴയുടെ ഇടയ്ക്ക് എന്താ? മഴയുടെ ഇടയ്ക്ക് ഗാനം. മിഴിയിൽ തൂകി തുള്ളി തുള്ളി. ഏയ് മഴയേ മഴയേ മിന്നി മിന്നി പെയ്യൂ, ഇടി മിന്നലുമായി നീ പെയ്യൂ. ഏയ് മഴയേ മഴയേ മിന്നി മിന്നി പെയ്യൂ. മഴയുടെ ഇടയ്ക്ക് എന്താ? ഫാൻ. ഫാൻ. ഏയ് മഴയേ മഴയേ മിന്നി മിന്നി പെയ്യൂ, ഇടി മിന്നലുമായി നീ പെയ്യൂ, ഇടി മിന്നലുമായി നീ പെയ്യൂ. മഴയേ മഴയേ വാ മോളെ.
പ്രശ്നം ആകെ ഇത്രയേ ഉള്ളൂ. ഈ കാര്യം ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ നേരത്തെ സഹായിക്കാൻ പറ്റുമായിരുന്നല്ലോ. അതിന് അധികം വൈകിട്ടൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളെ ഇനി സഹായിച്ചാലും മതി. ഉറപ്പായും ചെയ്യാം. നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നോക്കിക്കോ, നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിക്ക് വേണ്ടി വളരെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചിരിക്കും. ശരി, ഉറപ്പായി. എനിക്ക് തോന്നുന്നു ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന്. അല്ലേ? എല്ലാവർക്കും അതാ നല്ലത്. തനു, നീ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു തവണ ഞങ്ങൾ പറയുന്നു ഒന്ന് കേൾക്ക്. അങ്ങനെയൊന്നും ചെയ്യരുത്. ആ കത്തി അങ്ങ് തരൂ. തരാൻ നോക്കൂ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കല്ലോ. നിങ്ങൾ അതിന് അവസരം തരുന്നില്ലല്ലോ. നിങ്ങൾ അബിയുടെ അച്ഛമ്മയുടെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് അവർക്ക് പ്രഷർ കൊടുക്കാനാണ് നോക്കുന്നത്. അബിയുടെ അച്ഛമ്മയുടെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് എല്ലാ നാടകവും ബന്ധങ്ങളും അതോടെ തകരും. അഥവാ ഇതൊക്കെ അറിയുമ്പോ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടെ അബി ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും. ഞാൻ അബി ഇല്ലാതെ എങ്ങനെയാ ജീവിക്കുക? ഞാൻ മരിക്കാൻ പോവാ. എല്ലാ പ്രോബ്ലങ്ങളും അതോടെ സോൾവ് ആവും. അങ്ങനെയൊന്നും ചെയ്യരുത് മോളെ. കത്തി തരൂ. ഞാൻ കത്തി തരില്ല. നിങ്ങൾ അച്ഛമ്മയോട് ഒന്നും പറയില്ല എന്ന് എനിക്ക് പ്രോമിസ് തരുന്നത് വരെ ഞാൻ കത്തി തരില്ല. സത്യം എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. അപ്പൊ എനിക്ക് മരിച്ചേ മതിയാവൂ. ശരി ശരി, നീ എന്താണോ പറയുന്നത് ഞങ്ങൾ അതുപോലെ കേൾക്കാം. പ്രോമിസ്. പ്രോമിസ് പ്രോമിസ്. ഈ പാരന്റ്സിനുണ്ടല്ലോ, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തെല്ലാം ഡ്രാമയാ ചെയ്യേണ്ടി വരുന്നത്. ഇത്രയും നന്നായി അഭിനയിക്കുന്നതിന് എനിക്ക് അവാർഡ് തരണം. ബുൾബുൾ, ഈ ആപ്പിൾ കൊള്ളില്ല. എന്നെ ഹെൽപ്പ് ബുൾബുൾ, കൈ കാണിക്ക. ഞാൻ കാരണം പറ്റിയതല്ലേ? നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഒരുപാട് സ്നേഹം തോന്നുന്നു. അമ്മ എന്തായാലും സാരി വാങ്ങിക്കൊണ്ടുവന്ന നന്നായി. ഓ, വല്ലാതെ തളർന്നു. ബുൾബുൾ, ഇവിടെ എന്താ നടക്കുന്നത്? നമസ്കാരം. ഇത് നോക്ക്, എന്റെ കണ്ണിൽ എന്തോ പോയി. അപ്പൊ ഞാൻ പ്രണവിനോട് പറഞ്ഞു എന്താ പോയെന്നൊന്ന് നോക്കാൻ. പക്ഷെ പ്രണവ് അത് നോക്കുന്നേ ഇല്ല. അമ്മെങ്കിലും നോക്കി എന്തെങ്കിലും പോയോ? കണ്ണിൽ എന്തെങ്കിലും പോയതാണോ അതോ നിങ്ങൾ കണ്ണിൽ നോക്കിയതാണോ? അയ്യോ അച്ഛമ്മ, അങ്ങനെയൊന്നും അല്ല. ആക്ച്വലി അതെന്താന്ന് വെച്ചാ എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് വീട്ടിൽ പോയിരിക്കുക. അപ്പൊ ഞാൻ കരുതി ആന്റിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ നിനക്ക് ആന്റിയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമായിരുന്നെങ്കിൽ ഭക്ഷണ സമയത്തല്ലേ വരേണ്ടിയിരുന്നത്. കുട്ടികളോട് എന്തിനാ വഴക്കിടുന്നത്? ഭക്ഷണം കഴിക്കാനൊന്നും അല്ലെന്നേ, അവർ പരസ്പരം ഒന്ന് കാണാൻ വേണ്ടിയാ. എന്താ ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇവിടെ ബുൾബുളിന്റെയും പ്രണവിന്റെയും പ്രണയകഥ നടക്കുകയായിരുന്നു. മക്കളെ, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ അറിയാമെങ്കിൽ ദേഷ്യപ്പെടാനെ നന്നായിട്ട് അറിയാം. നോക്ക, നിങ്ങളുടെ വിലക്ക് ദേ ഇപ്പൊ തുടങ്ങുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണില്ല, ഫോണിലും സംസാരിക്കില്ല. പിന്നെ മരുമകനെ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അത് വിവാഹം കഴിഞ്ഞിട്ട് എന്റെ കൈ കൊണ്ട്. ശരി ആന്റി, പക്ഷേ ഓഫീസിലൊരു കാര്യമുണ്ട് എനിക്ക് ബുൾബുളോട്ട് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ കാര്യം പറഞ്ഞാ മതി. പക്ഷെ ആ കോൺട്രാക്ട് അത് എല്ലാ കോൺട്രാക്റ്റും വിവാഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ ആന്റി. അത് പിന്നെ കണ്ടിട്ടൊരു ഐഡിയയും കിട്ടുന്നില്ല. അയ്യോ കൊള്ളാലോ, ഇത്രയധികം ഡ്രസ്സുകളോ? നീ എന്ത് ചെയ്യാൻ പോവാ ആലിയ? മൈഥിലി ഏടത്തി വന്നത് എന്തായാലും നന്നായി. ഇനി എന്നെ ഒന്ന് സഹായിക്കേ. ഞാൻ വന്നത് നന്നായില്ലേ? അല്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എന്താണെന്ന് പറ. ആക്ച്വലി എന്താന്ന് വെച്ചാലേ, ഇത്രയും ഡ്രസ്സിൽ നിന്ന് ഏടത്തിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാന്ന് എന്നോടൊന്ന് പറയോ പ്ലീസ്? എനിക്കോ? ഇത് കൊള്ളാം, ഇത് അടിപൊളിയായിട്ടുണ്ട്. നോക്കി, ഏടത്തിക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ ഇത് ഏടത്തി എടുത്തോ. എനിക്ക് എന്തായാലും ഈ ഡ്രസ് ഇടാൻ പറ്റില്ല. യു നോ ഇറ്റ്സ് ടാക്കി. ഞാൻ ഇതിടാം. പ്രണവിന്റെ ബുൾബുളിന്റെ കല്യാണത്തിന് വേറെ എന്തെങ്കിലും ഇടണ്ടേ? നല്ല ഏതെങ്കിലും ഡ്രസ് വേണ്ടേ? യു നോ, അവനെ ലുക്ക് സ്പെഷ്യൽ, അവനെ ലുക്ക് ഡിഫറെന്റ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നിട്ട് നോക്കട്ടെ. അതെ, ഒരു മിനിറ്റ്.
ബുൾബുൾ വേഗം ഇട്ടു കൊടുക്ക പ്രണവിന്. പ്രണവ് നിന്ന് കൊടുക്കരുത്. ഒന്ന് മാറിക്കോ. പ്രണവ് പ്രണവ് come on. ഇത്രയും ജാട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. എന്താ ഡീൽ എന്താണെന്ന് വെച്ചാൽ അവരെന്നെ വരണമാല കാണിക്കാൻ വേഗം സമ്മതിച്ചു കഴിഞ്ഞാൽ അബിയുടെ ലൈവ് കോൺസെർട്ട് കാണാൻ ഞാൻ അവസരം കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെ ഡീലാ ഉള്ളത്? അങ്ങനെ ഒരുപാട് ഡീലൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഡീലുണ്ട്. ഇന്ന് ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് അവരൊരിക്കലും തടസ്സം നിൽക്കില്ല എന്ന്. സോ ഞാൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോ നീ എന്നെ വെറും കാലിലാണോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നേ? വെറും കാലിലോ? ചെയ്ത് പൊളിപ്പിച്ചു വെക്കുന്ന ചടങ്ങുണ്ടെന്നേ. ആ ചടങ്ങിൽ നീ പണം കൊടുക്കേണ്ടി വരും. അപ്പൊ നീ ഒന്നും മിണ്ടാതെ ഒരു ഡീലും ഇല്ലാതെ 10,000 രൂപ കൊടുത്തേക്ക്. ഓക്കെ? 10,000? ആ, എന്തിനെങ്ങനെ തുറച്ചു നോക്കുന്നേ? 25,000 രൂപയായിരുന്നു പറയേണ്ടിയിരുന്നത്. ഓൾറെഡി കുറച്ച് പറഞ്ഞതാ. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ 25,000 അല്ല, 25 ലക്ഷം വേണമെങ്കിലും തരും. കേട്ടോ? തനുവിന്റെ മെസ്സേജ് ആണല്ലോ. സോറി അബി, ഞങ്ങൾ വിവാഹത്തിനെത്തില്ല. നാളെ ഏർലി മോർണിംഗിനാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. നാളെ തന്നെ മമ്മിയും ഡാഡിയും നിന്റെ ഫാമിലിയോട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കും. ഇവളെന്തിനാ ഫോണ് കട്ടിയതേ? സോറി അബി, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. മമ്മിയും ഡാഡി അടുത്തുണ്ട്. പ്ലീസ് നിന്റെ മമ്മിയോടും ഡാഡിയോടും പറയാ, എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന്. സോറി അബി, അവർ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല. 2 ദിവസം കൂടി കാത്തിരിക്കാൻ പറ്റില്ലേ? വിവാഹം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ. അല്ല പ്രിയേ, ഇവളിത് എവിടെ കൊണ്ടുപോകുന്നു? ഇപ്പൊ മാലയിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. വിവാഹത്തിന്റെ ചടങ്ങെല്ലാം ബാക്കിയാ. ചടങ്ങ് തുടങ്ങാൻ കുറച്ചുകൂടി സമയമുണ്ടല്ലോ ഏട്ടത്തി. അതുകൊണ്ട് ബുൾബുളിനോട് പറഞ്ഞു കുറച്ചുനേരം വിശ്രമിച്ചാൽ നന്നായിരിക്കും. ശരിയാ, വിശ്രമിച്ചോളൂ. വിവാഹത്തിന് ഒരുപാട് സമയമുണ്ടല്ലോ. ശരി. രച്ചു ഏട്ടത്തി, നിങ്ങളെ ബുൾബുളിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഇപ്പൊ വരാം. ആ ശരി, വാ ബുൾബുൾ വാ. ഇദ്ദേഹം എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന? എന്തു പറ്റി? എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അതെ, നീ എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെന്ന്. വിഷമോ? ആർക്ക് വിഷമം? നിന്റെ അനിയത്തിയുടെ കല്യാണം പ്രണവുമായി നടക്കുമ്പോ എന്റെ പകുതി ടെൻഷൻ തന്നെ അവന്റെ വീട്ടിലേക്ക് പോവില്ലേ? പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. നിങ്ങൾ എന്തിനെങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? നീ ബുൾബുളിന്റെ അടുത്തേക്ക് ചെല്ലേ. അവക്കിപ്പോ നിന്റെ പ്രസൻസ് ആവശ്യമുണ്ട്. ഇനി തനുവിന്റെ പാരന്റ്സ് എന്തെങ്കിലും നിങ്ങളോട്? ക്രേസി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കോ? തനുവിന്റെ ഫാമിലിയായിട്ട് സംസാരിച്ചു. അവരാ പേപ്പർ വർക്കുമായിട്ട് ആകെ ബിസിയാണ്. നമുക്കൊരു 4-5 ദിവസമെങ്കിലും കിട്ടുമായിരിക്കും. അതിനുള്ളിൽ തന്നെ ഈ പ്രോബ്ലത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കും. അങ്ങനെയാണോ അവര് പറഞ്ഞത്? ഞാൻ വിചാരിച്ചു ഇനി അവര്. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അവിടെ ചെന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്നൂടെ? ഓഫ് കോഴ്സ്, പ്ലീസ്. അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കാര്യം തീർന്നു. ഓ ചേച്ചി, ദുപ്പട്ടൊന്ന് അഴിക്കാൻ സഹായിച്ച്. പതുക്കെ നോക്കി ചെയ്യണം മോളെ. ചേച്ചി, ഇത് എത്ര ഹെവിയാണ്. പിന്നെ ഈ നോസ് പിൻ കുത്തിയിട്ട് വല്ലാതെ വേദനിക്കുന്നു. ഇത് കുറച്ചു നേരം കൂടെ കിടന്നിരുന്നെങ്കിൽ ഞാൻ ബോധം കിട്ടി വീണേനെ. ഇത്ര ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് എങ്ങനെ ഇടുന്ന ചേച്ചി? ഓരോന്ന് നീ തന്നെ സെലക്ട് ചെയ്തല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നേ? അതിനാരറിഞ്ഞു ചേച്ചി ഇതിനൊക്കെ ഇത്ര ഭാരം ഉണ്ടെന്ന്? കാണാൻ ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ടെന്നുള്ള. പിന്നെ ഇയറിംഗ്സ് സൂക്ഷിച്ച് പതുക്കെ ചെയ്യ ചേച്ചി. ഇതുകൂടെ അഴിച്ച് അത് പൊട്ടിപ്പോവും. എന്താ ബുൾബുൾ ഇത്? ചേച്ചിന്റെ മുടി വലിയുന്നു. സോറി സൂക്ഷിച്ചെടുക്കാൻ ഞാൻ. ഓ എന്റെ ചേച്ചി, ഇപ്പഴ സമാധാനായ. കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ഞാൻ വെള്ളം കുടിക്കാൻ എടുക്കാം. You know what, ആലിയ? എനിക്ക് സീരിയസ് ആയിട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല നീ ഇത്ര മാറിപ്പോയെന്ന്. ഐ മീൻ ഓണസ്റ്റ്ലി, നീ ആദ്യം എങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന്
ഇന്ന് നീ എന്റെ വെഡിങ്ങിന് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തോണ്ട് നിൽക്കുന്നു. Of course, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. You're a sweetheart, ബുൾബുൾ. ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആലിയ, ഓരോരുത്തർക്കും വിധിച്ചതേ നടക്കുള്ളെന്ന്. ഫോർ എക്സാമ്പിൾ ചേച്ചിയും ചേട്ടനും തന്നെ നോക്കൂ, ഇപ്പൊ അവരുടെ ലൈഫിൽ അവർ എത്ര ഹാപ്പിയാണെന്ന്. ഐ മീൻ നോക്കൂ, ചേച്ചിയും ചേട്ടനും ഇപ്പോ അച്ഛനും അമ്മയും ആവാൻ പോവാ. ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? ആൻഡ് ഫൈനലി എന്റെയും പ്രണവിന്റെയും വിവാഹം നടക്കാൻ പോകുന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ സെറ്റിൽ ആവാൻ പോകുന്നു. എവറിത്തിങ് വിൽ ബി സോർട്ടഡ്. ആൻഡ് ആലിയ, നീ നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ നോക്കണേ. എന്തിനാ ഇത്രയും സംസാരിക്കുന്ന ബുൾബുൾ? നല്ല ഫ്രഷ് ആയിരിക്കേണ്ടതല്ലേ? ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ആക്ച്വലി നീ സത്യോ പറയുന്നേ? ഞാനും ഉണ്ടല്ലോ ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം കഴിച്ചേക്കാം. ഇത് അലി, നീ എന്താ ചെയ്തേ? എന്റെ മേക്കപ്പ് മുഴുവൻ നീ സ്പോയിൽ ചെയ്തു. ആൻഡ് ഇറ്റ്സ് മൈ വെഡിങ് ടുഡേ. ഹൗ ഡെയർ യു ഡു ദിസ് ടു മീ? നീ എന്താ കരുതിയേ ഞാൻ ശരിക്കും നിനക്ക് മേക്കപ്പ് ഇട്ട് തരുമെന്ന് ബുൾബുൾ? എനിക്കറിയാമായിരുന്നു നീ മണ്ടിയാണെന്ന്, പക്ഷെ നീ ഇത്ര മണ്ടിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്തായാലും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് തന്നെയാണ്. മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറിക്കുന്നവരുടെ മുഖം കറുപ്പ് തന്നെയാണല്ലോ. അപ്പൊ ആലിയ, നീ ഇത്രയും ദിവസം അഭിനയിക്കായിരുന്നല്ലേ ഞങ്ങളുടെയൊക്കെ മുമ്പില്? പ്രണവിനെ എന്നെ അടക്കം നീ ചതിക്കായിരുന്നല്ലേ? സഹിക്കുകയായിരുന്നു ഞാൻ നിന്നെ. ഇതുവരെയും നിന്റെ എല്ലാ റിച്വൽസും ഞാൻ ഒന്നും മിണ്ടാതെ എന്തുകൊണ്ട് സഹിച്ചു എന്നറിയോ? അത് ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ വേണ്ടിയാ. അങ്ങനെ ഫൈനലി ഈ ദിവസം എന്റെ ജീവിതത്തിലേക്ക് വന്നു. നിന്റെ ജീവിതത്തിലേക്കോ? ഹാ ബുൾബുൾ, എന്റെ ജീവിതത്തിലേക്ക്. നിനക്ക് എങ്ങനെയാ ആലോചിക്കാൻ തോന്നിയത്? നിന്റെയും പ്രണവിന്റെയും കല്യാണം ഞാൻ സമ്മതിക്കുമെന്ന്? അതും എന്റെ കൺമുന്നിൽ വെച്ച്? ഇല്ല ബുൾബുൾ, പ്രണവ് എന്റെയാ, എന്റെ മാത്രമാണ്. You've lost it, ആലിയ. നിനക്ക് മനസ്സിലാവുന്നില്ല നീ എന്താ ചെയ്യുന്നതെന്ന്? ആക്ച്വലി അല്ല, ഈ തെറ്റ് എന്റെയാണ്. നിന്നെ പോലൊരു പെണ്ണിനെ വിശ്വസിച്ചത്, ഒരിക്കലും മാറാൻ മനസ്സിലാത്ത നിന്നെ. നീ എന്താ പ്രണവിന്റെ എന്റെ കല്യാണം മുടക്കാൻ നോക്കാണോ? എന്നിട്ട് നീ അവനെ കല്യാണം കഴിക്കുന്നോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നിന്റെ തനി നിറം എന്താന്ന് ഞാൻ ഇപ്പൊ പോയി എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ബുൾബുൾ, നോക്കാലിയ, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തു. ഇത്രയും നാളും കാണിച്ച കള്ളത്തിനും ഇനി എല്ലാവരും അറിയാൻ പറ്റും. നോക്ക്, ബുദ്ധിക്ക് കുഴപ്പമുണ്ടോ നിനക്ക്? നിനക്കറിയോ, ഞാൻ എത്ര തവണ നിന്നോട് സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. എന്റെ പ്രണവ് എന്റെ മാത്രമാണ്. പക്ഷെ നോക്ക്, നീ എന്നെ കൊണ്ട് എന്താ ചെയ്യിച്ചെന്ന്. ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല ബുൾബുൾ, പക്ഷെ എല്ലാം ചെയ്യേണ്ടി വന്നല്ലോ ബുൾബുൾ. ഞാനിവിടെ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തത് അത് നിന്റെയും പ്രണവിന്റെയും കല്യാണത്തിന് വേണ്ടിയല്ല. അത് ഞാൻ എന്റെയും പ്രണവിന്റെയും കല്യാണത്തിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ഇന്ന് വളരെ നല്ല ദിവസമാ. ഇന്നത്തെ ദിവസം എന്റെ പ്രണവ് എന്റേത് മാത്രമായി തീരും. എന്റെയും പ്രണവിന്റെയും വിവാഹം നടക്കും. അതിനുശേഷം എന്നേക്കുമായി പ്രണവ് എന്റേതായി തീരും. ആരും ഉണ്ടാവില്ല ഞങ്ങളുടെ ഇടയിൽ. ആരും ഉണ്ടാവില്ല ബുൾബുൾ. ഗുഡ് നൈറ്റ് ബുൾബുൾ. ആൻഡ് ടൈം ടു ഗെറ്റ് റെഡി ആലിയ. നോക്കൂ, ബുൾബുളിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെ കരുതിക്കോളൂ. എന്നാലും അച്ഛമ്മേ, സരളെ, അലങ്കാരങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അയ്യോ, എന്തൊക്കെയായി പറയുന്നേ? എത്ര ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നേ, ഒരു കുറവും കാണാൻ പറ്റുന്നില്ല. എല്ലാ ഒരുക്കങ്ങളും എന്റെ അബിയാ ചെയ്തത്. പക്ഷെ ജോലികൾ, എല്ലാ ചെറുതും വലുതുമായ ജോലികളെല്ലാം എന്റെ ആലിയ ഒറ്റയ്ക്കാ ചെയ്തത്. അറിയാമോ ചേച്ചി, അവൾ ചേച്ചിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൾക്കും ചെറുക്കനെ കണ്ടുപിടിക്കാൻ സമയമായിട്ടുണ്ടെന്നും അവളുടെ കല്യാണം നടത്താനും സമയമായിരുന്നു. അതെ അതെ, ശരിയാ പറയുന്നത്. അമ്മേ, ഞാൻ പൂജാരിയോട് ചോദിച്ചിട്ട് വരട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന്. ഓ സരളേ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എല്ലാ സാധനങ്ങളും ഞങ്ങൾ പൂജാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ബുൾബുൾ മാത്രം വന്നാ മതി, ചടങ്ങുകൾ ആരംഭിക്കാം. ബുൾബുൾ ഇപ്പൊ തന്നെ എത്തിക്കോളും ചേച്ചി. ആദ്യം വരനെ വിളിക്കൂ. ആ, അത് നോക്കൂ, വരനും എത്തിയല്ലോ. ബുൾബുൾ, ബുൾബുൾ വാതിൽ ഓർക്ക്.
വേഗം ഇറങ്ങ, പൂജാരി വിളിക്കുന്നു. ബുൾബുൾ നോക്ക്, തമാശ കാണിക്കാനുള്ള സമയമല്ല ഇത്. മുഹൂർത്താവുന്ന പെട്ടെന്നാവട്ടെ. ബുൾബുൾ നീ ഇത് എന്താ ചെയ്ത? വാതില് തുറക്ക്. ഇവൾ ഇത്ര നേരമായിട്ടും തയ്യാറായില്ലേ? വേറെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലോ. ബുൾബുൾ നോക്ക് മോളെ, ഒരുപാട് ലേറ്റ് ആവുന്നു. ഞാൻ പോയി അദ്ദേഹത്തോട് സംസാരിക്കാം. ബുൾബുൾ, എത്ര നേരമായി ഞാൻ വാതില് തട്ടാ? നീ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ഈ സമയത്ത് ആരെങ്കിലും തമാശ കാണിക്കോ? പൂജാരി വിളിക്കുന്നു, മുഹൂർത്തം ആകാറായി, വേഗം ഇറങ്ങ. ഇതെന്താ ഇപ്പോഴേ മുഖം മറച്ചോ? എന്തു പറ്റി? അത് മാറ്റട്ടെ. ശരി, താഴെ പോയി പ്രണവിനെ നേരിട്ട് സർപ്രൈസ് കൊടുക്കാനാ? നീ ഉണ്ടല്ലോ ബുൾബുൾ, എന്ത് വലിയ കുസൃതിക്കാരിയാ. കല്യാണം കഴിഞ്ഞിട്ട് പ്രണവിന്റെ അവസ്ഥ എന്താകും ആവോ? വേഗം ഇറങ്ങിയേ. പ്രണവ് അവിടെ കാത്തിരുന്ന് മടുത്തു കാണും. വാ ഇങ്ങോട്ട്. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വധുവിന് ഒരുങ്ങാൻ കുറച്ച് അധിക സമയം വേണമെന്നേ. ഇരിക്കേ. ഓ മോനെ, നിനക്ക് എന്താ ഇത്രയധികം ടെൻഷൻ? പേടിക്കണ്ട, നിന്റെ മണവാട്ടി ഓടിയൊന്നും പോവില്ല, നിന്റെ അടുത്ത് തന്നെ വരും. ദേ, മണവാട്ടി വന്നല്ലോ. ഇനി ആരും അറിയാതിരുന്നാ മതിയായിരുന്നു. തല മറിച്ചിരിക്കുന്നത് ബുൾബുൾ അല്ല, ഞാനാണെന്ന്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. പിന്നീട് എക്കാലവും പ്രണവ് എന്റേത് മാത്രമായി തീരും. ഹേയ്, നീ എന്താ കണ്ണിൽ എക്സ്റേ വിഷൻ വെച്ചോണ്ടിരിക്കുക? അവളുടെ മുഖം കാണാൻ തിടുക്കമായില്ലേ? തുറിച്ചു നോക്കണ്ട. ഇന്നത്തെ കല്യാണം ഒന്ന് കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ നോക്കാലോ. പിന്നെ ഇതെന്താ വരണമാല എടുത്തിട്. ഏയ്, നീ എന്താ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണോ എന്നെ കഷ്ടപ്പെടുത്താമെന്ന്? ഞാൻ എത്ര നേരോട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ആദ്യം ഇനി വരാൻ താമസിച്ചു, എന്നിട്ടും ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടിരിക്കുകയാണോ? ഏതോ ഓൾഡ് ഏജ് മാരേജ് പോലെ. നമ്മുടേത് ലവ് മാരേജ് ആണ്, അല്ലാതെ അറേഞ്ച്ഡ് മാരേജ് ഒന്നും അല്ല. നീ എന്താ ഇനി വായും തുറക്കില്ലേ? നോക്ക്, കല്യാണം നടക്കാൻ പോവാ. ഒന്നാമത് അതിന്റെ ടെൻഷൻ എനിക്ക്. അതിന്റെ കൂടെ നീ കൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റുന്നില്ല, ഒന്നും കേൾക്കാനും കഴിയുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബുൾബുൾ. ശരി, നിന്റെ ഇഷ്ടം പോലെ. നീ എന്ത് വേണോ കാണിച്ചോ. എന്നെ എത്ര ടെൻഷൻ ആക്കണോ അത്രയും ടെൻഷൻ ആക്കിക്കോ. ആദ്യം കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനും നിന്നോട് ഉറപ്പായിട്ടും പകരം വീട്ടിയിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. അതെ, പൂജാവിധികളൊക്കെ കഴിയുന്നതുവരെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ബന്ധനത്തിലുള്ള സാരി എവിടെ? പ്രിയമോളെ, മോളെ, അതിനുള്ള സാരി എവിടെ പോയി? അമ്മ, ഞാൻ അത് എടുക്കാൻ വിട്ടു. ഇപ്പൊ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട മോളെ, എത്രയെന്ന് വെച്ച് എങ്ങനെ ഓടുക? അത് മാത്രല്ല, ഈ അവസ്ഥയിൽ പടിക്കെട്ടുകൾ എങ്ങനെ കയറാൻ പാടില്ല. ഞാൻ പോയിട്ട് വരാം. നീ ഇരിക്കെ ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഓ ഗോഡ്, ഇന്ദു ആന്റി എങ്ങാനും ബുൾബുളിനെ കണ്ടാലോ? ഈ ബ്രേസ്ലെറ്റ് ഇത് ആലയുടേതാണല്ലോ.
നിൽക്ക് ബുൾബുൾ. എനിക്കറിയാം നിനക്ക് കല്യാണം കഴിക്കാൻ വല്ലാത്ത തിടുക്കമെന്ന്. പക്ഷേ അല്പം പതിയെ നടക്ക്. പുറകെ വരുന്ന പ്രണവ് വീണ പോലെ നീ അറിയില്ലല്ലോ. സാവധാനം മതി. പൂജാരിയുടെ മന്ത്രോച്ചാരണം തീർന്നോട്ടെ. നീ എവിടെ പോയി അന്വേഷിക്കാനായി ഈ ആലിയെ? എല്ലായിടത്തും ഞാൻ നോക്കിക്കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് അവളെ കണ്ടു കിട്ടിയില്ല. ഗസ്റ്റ് റൂം. പക്ഷെ ഇവളെന്തിനാ ഇവിടെ വരുന്നത്? ഇത് ബുൾബുളിന് റെഡിയാക്കാൻ കൊടുത്തതല്ലേ? ഇനി 6ാമത്തെ പ്രദക്ഷിണം വയ്ക്കൂ. എനിക്കിതെന്താ പറ്റിയേ? എന്തിനാ അനാവശ്യമായ ടെൻഷൻ? ഇപ്പോ 6ാമത്തെ പ്രദക്ഷിണം അവസാനിച്ചു. ഇനി നിങ്ങൾ ഇരുവരും ഒരുമിച്ച് പ്രദക്ഷിണം വയ്ക്കും. ഈ 7ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷം നിങ്ങൾ ഇരുവരും ഭാര്യാഭർത്താക്കന്മാരാവുന്നതാണ്. നിൽക്ക. അലിയ, നീ ഇവിടെ എന്ത് ചെയ്യാ? ബുൾബുൾ എവിടെ? പ്രണവ്, ഇനി ഒരു പ്രദക്ഷിണം കൂടിയേ ഉള്ളൂ. നമുക്ക് ഈ പ്രദക്ഷിണം പൂർത്തിയാക്കാം, പിന്നെ എല്ലാം ശരിയാകും. ഓക്കെ, വരൂ. നീ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഇവരാരും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. പക്ഷെ നിനക്ക് മനസ്സിലാവൂല ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. ഐ ലവ് യു. പിന്നെ നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പ്രണവ്, എവറിത്തിങ് വിൽ ബി ഓൾറൈറ്റ്. എല്ലാം ശരിയാകും. ഓക്കെ, വരൂ. ഈ ഒരു പ്രദക്ഷിണം കൂടി പൂർത്തിയാക്കാം. നീ എന്റെ കൈവിടാലിയ. നോക്കമ്മേ, ഇവളങ്ങനെ ജീവനോട് രക്ഷപ്പെട്ടു. ഇവളെന്താ മരിക്കാത്ത? ഇവള് മരിക്കണമായിരുന്നു. അല്ലെങ്കിൽ പ്രണവന് ഞാനിവളെ... നീ എങ്ങോട്ടും പോവില്ല.
ഏട്ടന്റെ കയ്യിൽ നിന്ന് വിട്. ഇവള് മരിക്കണം, ഇല്ലെങ്കിൽ പ്രണവ് ഒരിക്കലും എന്റെ ആവില്ല. എന്നെ വിട്. പ്രണവ് എന്റെയാണ്. പ്രണവിന്റെ അവളുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? സംസാരിക്കുന്ന നിന്റെ ബുൾബുളിനോട് മതിയാവോളം. ഇന്നവളെ രക്ഷപ്പെട്ടു, പക്ഷെ ആകാശ്, ഞാൻ അവളെ വെറുതെ വിടില്ല. ഇവിടെ ജീവനോടെ രക്ഷപ്പെടരുത്. കാരണം പ്രണവ് എന്റെ ആകണം. ഇവിടെ കല്യാണം പ്രണവുമായിട്ട് ഒരിക്കലും. അച്ഛമ്മ സത്യ പറഞ്ഞത്. നിനക്ക് ഭ്രാന്തായിരിക്കാം, ഭ്രാന്തം. നിനക്ക് അറിയില്ല അലി, നീ എന്തായി ചെയ്തോണ്ടിരിക്കുന്നെന്ന്. നീ അബിയുടെ അനീതിയായി പോയി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളഞ്ഞാനെ. പിന്നെ നീ എന്താ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ലാന്ന്. ആര്യ, ഈ കല്യാണം നടന്നിരിക്കും. ഞാൻ തന്നെ ബുൾബുളിനെ കല്യാണം കഴിക്കുകയും ചെയ്യും. പൂജാരി പറയൂ, ഇനി എത്ര സമയമുണ്ട്? അത് 1 മണിക്കൂർ ഇനിയുണ്ട്. മനസ്സിലായോ നിനക്ക്? ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പൊ ഈ കല്യാണം ഇന്ന് നടക്കും, നിന്റെ മുന്നിൽ വെച്ച് നടക്കും. അത് നീ കാണണം. ഞാനൊന്ന് നോക്കട്ടെ നീ ഈ കല്യാണം എങ്ങനെ മുടക്കാൻ പോകുന്നതെന്ന്. നീ ഒന്ന് കണ്ണു തുറക്ക. ഒന്നും പറയരുത് പ്ലീസ്. ബുൾബുൾ എഴുന്നേൽക്ക്. ബുൾബുൾ, ഈ കല്യാണം ഇപ്പൊ തന്നെ നടക്കും. നീ നിന്റെ കണ്ണുകളൊന്നും തുറക്ക ബുൾബുൾ, പ്ലീസ്. ബുൾബുൾ, പ്രണവ്, നീ ഇവളുടെ ഭ്രാന്ത് കേട്ട് മണ്ടത്തരം കാണിക്കരുത്. അവളെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. ബുൾബുളിന് ഇപ്പൊ ചികിത്സയാണ് ആവശ്യം. ഒന്നും പറയണ്ട, കൊണ്ടുപോ അവളെ. ഞാൻ എല്ലാ അതിഥികളോടും മാപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തിരിച്ചു പോകാം. ഇനി ഈ വിവാഹം നടക്കില്ല. നീ ഞങ്ങളുടെ കൂടെ വരണ്ട. ബുൾബുളിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാ മോളെ. അവന് നിന്റെ ആവശ്യമുണ്ട്. നീ കണ്ടതല്ലേ ഇവിടെ നടന്നതെല്ലാം. ഞങ്ങളുണ്ട് ഇവളുടെ കൂടെ. നീ പൊയ്ക്കോ. ആന്റി പറയുന്നത് ശരിയാ. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ആലി പറഞ്ഞതൊക്കെ കേട്ടിട്ട് അബി ആകെ ടെൻഷനിലായിരിക്കും. അവനെ ഒറ്റയ്ക്ക് വിടരുത് പ്ലീസ്. എനിക്കറിയാം അവന് തനിച്ചിരിക്കാൻ കഴിയില്ല ചേച്ചി. ചേച്ചി പോയി അവനൊന്ന് സമാധാനിപ്പിക്കുക. ബുൾബുളിനെ ഓർത്ത് ടെൻഷൻ ആവരുത്. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. ചേച്ചി ഇപ്പൊ സമാധാനമായിട്ട് പോയി അബിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, സൂക്ഷിച്ചു പോണം. ശരി. നിങ്ങൾ എന്നോട് ഇത് പറയരുത്. ഏട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നും എന്തൊക്കെ ചെയ്തില്ല എന്നും. ഓരോ സഹോദരനും സ്വന്തം അനിയത്തിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാറുണ്ട്. അവന്റെ കടമയാണ് അതൊക്കെ. പക്ഷെ എല്ലാ സഹോദരനും തന്റെ സഹോദരിക്ക് എല്ലാ സന്തോഷങ്ങളും കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ എന്റെ ഏട്ടൻ മാത്രം അത് ചെയ്തില്ല. എന്റെ ഏട്ടൻ എല്ലാ സന്തോഷങ്ങളും തട്ടിമാറ്റി. എനിക്കിത് വേണമായിരുന്നു, എനിക്കിത് കിട്ടുമായിരുന്നു. പക്ഷെ ഏട്ടൻ അത് തട്ടി മാറ്റി കളഞ്ഞു. എന്റെ പ്രണവിനെ എന്റെ അടുത്ത് നിന്ന് മാറ്റി. അതുകൊണ്ട് ഏട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതെല്ലാം വേസ്റ്റ് ആണ്. ഒരർത്ഥമില്ല. ഇറ്റ്സ് ഓൾ എ വേസ്റ്റ്. നീ എന്താ പറഞ്ഞേ? ഞാൻ ഇന്ന് വരെ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ വേസ്റ്റ് ആയിരുന്നല്ലേ? കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നില്ലേ? അതൊക്കെ വേസ്റ്റ് ആയിരുന്നോ? സ്വയം പട്ടിണി കിടന്ന് ഞാൻ നിന്റെ വിശപ്പകറ്റുമായിരുന്നു. നമ്മുടെ കയ്യിൽ പണമില്ലായിരുന്നു. എന്നിട്ട് നിന്റെ പഠനം മുതലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി തന്നിട്ടുണ്ട്. അതൊക്കെ വേസ്റ്റ് ആയിരുന്നല്ലേ? അച്ഛന്റെ അമ്മയുടെയും കുറവറിയാതിരിക്കാൻ ഈ ദിവസം വരെ ഞാൻ നിനക്ക് നൽകിയ സ്നേഹം മുഴുവനും അതെല്ലാം തന്നെ വേസ്റ്റ് ആയിരുന്നല്ലേ? വേസ്റ്റ് ആണ്, എല്ലാം വേസ്റ്റ് ആണ് ഏട്ടാ. നിങ്ങൾ അങ്ങനെ എന്താ ചെയ്തത് എനിക്ക് വേണ്ടി? ഏട്ടൻ പറയുന്നത് പോലെ എന്റെ മമ്മിയുടെയും ഡാഡിയുടെയും കുറവ് അറിയിച്ചില്ലെന്ന്. അവരുടെ കുറവ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്, ഇന്നും ഇപ്പോഴും. എന്താണെന്നോ? കാരണം ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ അവരെന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്തേനെ. എന്റെ സന്തോഷം എനിക്ക് തന്നേന്, എന്റെ പ്രണവിനെ എനിക്ക് തന്നേന്. അത് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ വെറുതെ അതിന് ശ്രമിക്കരുത്. നുണ പറയുന്നതിനേക്കാൾ മോശമാണ് സത്യം മറയ്ക്കാൻ ശ്രമിക്കുന്നത്. നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. നിന്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഫലമായിരിക്കുമല്ലോ നമുക്ക് തിരിച്ചു കിട്ടുക. ഞാൻ നിന്നെ വിവാഹം കഴിച്ചു, പക്ഷെ നിനക്കൊരു ഭാര്യയുടെ സ്ഥാനം തന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ ഒരു സുഹൃത്തായി പോലും അംഗീകരിച്ചില്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പഠിച്ചു.
ആരെയും ഒരിക്കലും ഇങ്ങനെ സ്നേഹിക്കരുതെന്ന്. കാരണം അവർ ആ സ്നേഹത്തിൽ നിന്ന് അനാവശ്യമായി മുതലെടുക്കാൻ ശ്രമിക്കും. അതുപോലെ ആരെയും നമ്മളോട് ഒരുപാട് അടുക്കാനും അനുവദിക്കരുത്. അവർ പോയാൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ആലിയ പോയി, ഇനിയിപ്പോ നീയും പോകും. ഇറ്റ്സ് ഓക്കെ. എനിക്കറിയാം എന്റെ അച്ഛമ്മ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. എന്റെ അച്ഛമ്മ ഒരിക്കലും എന്നെ വിട്ട് ഒരിടത്തും പോകില്ല. ആര് പറഞ്ഞു നിങ്ങൾ എന്റെ ആരുമല്ലെന്ന്? You are the nicest person I have ever met. പിന്നെ ഞാൻ റോക്ക് സ്റ്റാറിന്റെ കാര്യമല്ല പറഞ്ഞത്, നാട്ടുകാർക്ക് അറിയാവുന്ന ആ റോക്ക് സ്റ്റാറിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന അബിയുടെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ വലുതാ. കെയറിംഗ് ആണ്, സെൻസിറ്റീവ് ആണ്, വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പറയാതെ തന്നെ അദ്ദേഹം മനസ്സിലാക്കാറുണ്ട്. ആരും വിഷമിക്കുന്നത് കാണാനാവില്ല, ആരുടെയും ദുഃഖം കാണാനാവില്ല. ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളിൽ നിന്ന് പഠിച്ചത് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലെസനാ. എനിക്ക് വാക്കുകളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പറ്റില്ല. നിങ്ങൾ എത്ര നല്ല ആളാണെന്ന്. ഞാൻ നല്ലവനാണെങ്കിൽ പിന്നെ എനിക്ക് ഈ മോശം കാര്യങ്ങൾ സംഭവിക്കുന്ന എന്താ? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്റെ സ്വന്തം ഫാമിലി തന്നെ എന്നെ. മനുഷ്യനല്ല ചീത്തയാകുന്നത്, മനുഷ്യന്റെ സമയമാണ്. ഈ സമയം കടന്നു പോവില്ലേ? നിങ്ങൾ നല്ലത് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലത് നടക്കും. എന്നാലേ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ കാണാൻ പറ്റൂ. എനിക്കറിയാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അമൂല്യമായ ബന്ധങ്ങളിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ഒരു പുതിയ ബന്ധവും നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്റെ കൂടെ? നിങ്ങൾക്ക് എന്നോട് കൂട്ടുകൂടാമോ? Will you be my friend forever? ഇനി ഇങ്ങനെ ആലോചിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ എനിക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. മറുപടി പറ. എന്റെ കൂടെ ഇല്ലെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. നിങ്ങൾ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്, ജീവിതം ജീവിക്കാനുള്ള നല്ല ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. ഒരു ബന്ധവും ഇല്ലാതെ ഒരാൾക്ക് ഇത്രയൊക്കെ നൽകാൻ കഴിയുമെങ്കിൽ സുഹൃത്തിന് വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്യില്ല. സോ പ്ലീസ് പ്ലീസ് ബി മൈ ഫ്രണ്ട്. നീ ഇവിടെ ഇരിക്കേ. എന്താ ചെയ്യാൻ പോകുന്നേ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ? സുഹൃത്തല്ലേ, ഒരു സുഹൃത്തിന്റെ കടമയാണത്. കാണാതെ
ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട്? മുമ്പത്തെക്കാളും ബെറ്റർ ആണ്. പിന്നെ ഇത് കുറച്ച് മെഡിസിൻസാ, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. എനിക്ക് കുറച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുണ്ട്. ഓക്കെ അച്ഛമ്മ, ആന്റി, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം. ഡോക്ടർ, ബുൾബുളിന് എപ്പോഴാ വീട്ടിലേക്ക് പോകാൻ പറ്റുക? ആക്ച്വലി ഞങ്ങൾ അവൾക്ക് ബോധം വരാൻ കാത്തിരിക്കുക. രാത്രിയോടെ ബോധം വരികയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബുൾബുൾ, നിനക്ക് ബോധം തെളിഞ്ഞു മോളെ? ബുൾബുൾ മോളെ, ഞാനിവിടെ ഉണ്ട്. ഡോക്ടറിനെ വിളിക്കേ. ഒന്നുമില്ല മോളെ, എല്ലാം ശരിയാവും. അമ്മയില്ലേ കൂടെ? അമ്മ, എനിക്ക് വേദനിക്കുന്നു. നിനക്കൊന്നും സംഭവിക്കില്ല, വേദനയൊക്കെ മാറിക്കൊള്ളും. ഡോക്ടർ ഒന്ന് നോക്കൂ. ഡോക്ടർ, വെൽ, എനിക്ക് തോന്നുന്നത് ഇനി പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഡോക്ടർ, ഇൻസ്പെക്ടർ സാർ വന്നിട്ടുണ്ട് പേഷ്യന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ. ഓക്കെ, അകത്തേക്ക് വിളിച്ചോളൂ. നിങ്ങൾ ഈ സമയത്ത് വന്നത് എന്തായാലും നന്നായി. ഇവക്ക് ഇപ്പോഴാ ബോധം തെളിഞ്ഞത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോക്കൂ ബുൾബുൾ, ഇൻസ്പെക്ടർ സാറിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. ഒരു തരത്തിലുള്ള പ്രഷറും എടുക്കരുത്. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് സമാധാനമായിട്ട് പറയാ കേട്ടോ. നോക്കൂ, നിങ്ങൾക്ക് എപ്പോഴാണ് ബോധം വന്നത്? അപ്പോ കൂടുതൽ ചോദ്യം ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആരാണ് നിങ്ങളെ അറ്റാക്ക് ചെയ്തത്? ആലിയ മേനോൻ. താങ്ക് യു ഡോക്ടർ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ചോദിച്ചോളൂ. വരൂ സർ. ബുൾബുൾ മോളെ, നീ എന്തിനാ ആലിയയുടെ പേര് പറഞ്ഞത്? സത്യം അമ്മേ, ഞാൻ പറഞ്ഞ സത്യം. എനിക്കറിയാം മോളെ, അവള് നിന്നോട് ചെയ്ത തെറ്റാണെന്ന്. ഇത് ശത്രുക്കൾ പോലും ചെയ്യില്ല. പക്ഷെ നിനക്ക് മനസ്സിലാവുമല്ലോ, ആലിയ പ്രിയയുടെ നാത്തൂനാണ്, അബിയുടെ സഹോദരിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം മോളെ വീട്ടിൽ തന്നെ തീരേണ്ടതുമാണ്. നീ അവളുടെ പേര് എന്തിനാ പറഞ്ഞത്? അച്ഛമ്മേ, ഇതാ മരുന്ന്. ബുൾബുൾ, ആന്റി ബുൾബുളിനിപ്പോ. അച്ഛമ്മേ, ആന്റി നിങ്ങൾക്ക് എന്തോ പറ്റി ഇത്രയും ടെൻഷനായിട്ടിരിക്കുന്നത്? അത് പോലീസ് ഇവിടെ വന്നിരുന്നു. അവര് ചോദിച്ചപ്പോ ഇവള് ആലിയയുടെ പേര് പറഞ്ഞു. നിങ്ങൾ ഇവിടെ വെക്കേ. ഓക്കെ ഇൻസ്പെക്ടർ സാർ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ. ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് പോകരുത്. നിങ്ങൾ ആരാണ്? ഞാൻ പ്രണവ്, ബുൾബുളിന്റെ ഫിയോൻസെ. നോക്കൂ, ഞങ്ങൾ ആലിയ മേനോനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ആരാണോ നിങ്ങളുടെ വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ തന്നെ തടയുകയാണോ? കൊള്ളാലോ. ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. കാരണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആലി ബുൾബുളിനെ ഒരു അറ്റാക്കും ചെയ്തിട്ടില്ല. ആലിയുടെ പേരാണല്ലോ അവർ പറഞ്ഞത്. ആക്ച്വലി ഇൻസ്പെക്ടർ സാർ, ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. വിവാഹ സമയത്ത് മണ്ഡപം അവളുടെ തലയിലൂടെ വീഴുകയായിരുന്നു. അവൾക്ക് നല്ല മുറിവാ ഉണ്ടായത്. അപ്പൊ ആലി അവളെ രക്ഷിക്കാനാ പോയത്. പക്ഷെ ബുൾബുൾ കരുതിയത് അവളെ അപായപ്പെടുത്തിയെന്നാ. അവളെ അവിടെ വെച്ച് കൊല്ലാൻ നോക്കിയെന്നാണ്. പക്ഷെ ഇൻസ്പെക്ടർ സാർ, ബുൾബുളിന് ബോധമില്ലായിരുന്നു. അവൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് എല്ലാ കൺഫ്യൂഷനും ഉണ്ടായത്. സാർ, ഞാൻ നിങ്ങളോട് പറയല്ലേ, അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. അതൊരു അപകടം മാത്രമാണ്. ആലി ഒന്നും ചെയ്തിട്ടില്ല സാർ. ഷീ ഈസ് ഇന്നസെന്റ്. അപ്പോൾ ഈ കാര്യം കുടുംബക്കാരെ ഞങ്ങളോട് പറയട്ടെ. ഇൻസ്പെക്ടർ സാർ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ സാർ. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ഇവിടെ എല്ലാവരും ആകെ തകർന്നിരിക്കുക. ബുൾബുൾ അവിടെ ഹോസ്പിറ്റലില്ല. അവളുടെ അവസ്ഥ വളരെ മോശമാണ് സാർ. നല്ല ബ്ലീഡിംഗും ഉണ്ട്. ബോധം പോലും തെളിഞ്ഞിട്ടില്ല. ഇവിടെയാണെങ്കിൽ ആലയുടെ ഫാമിലി മുഴുവനും വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ സാറും കൂടി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും സാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 1-2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈ രണ്ട് ഫാമിലിയുടെ അവസ്ഥ ഒന്ന് തണുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിലും നടത്താം. അതൊന്ന് ക്ഷമിക്കുക. ദൈവം ഇപ്പൊ അകത്തേക്ക് പോകരുത്. നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 2 ദിവസത്തിനകം നിങ്ങൾ വധുവിനെയും കൂട്ടി സ്റ്റേഷനിൽ വരണം. എപ്പോൾ ബുൾബുളിന് ഓക്കെ ആവുന്നോ അപ്പോൾ ഞാൻ അവളെയും കൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരും. എല്ലാ സ്റ്റേറ്റ്മെന്റും തരാം. പക്ഷേ ഇപ്പൊ അകത്തേക്ക് പോകരുത് സർ. ശരി കോൺസ്റ്റബിൾ, വരൂ. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം അവളോട് ഇപ്പൊ അബി എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന്. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ പ്രശ്നങ്ങൾ വരുന്നത് തടയാൻ കഴിയുമല്ലോ.
നിനക്ക് എന്റെ സ്നേഹത്തിനുള്ള അർഹതയില്ല. നിനക്ക് ആരുടെ സ്നേഹത്തിനുള്ള അർഹതയില്ല. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. Why? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ? ജസ്റ്റ് ടെൽ മീ ഏട്ടാ, എന്തിനാ എന്റെ ശത്രുവായത്? എനിക്ക് എന്റെ സന്തോഷങ്ങൾ തരാൻ സാധിക്കില്ലെങ്കിൽ അതിനെ തട്ടിയെടുക്കാതിരുന്നൂടെ? I hate you, I hate you. നിങ്ങൾ എന്നോട് ചെയ്തതുണ്ടല്ലോ, I will never forgive you, Mr. Abhishek Menon. Never. നീ എനിക്ക് ഇന്നു മുതൽ വെറുമൊരു പേര് മാത്രമാണ്. നത്തിങ് എൽസ്. ഏയ് മാഡം, എന്താ ഈ ചെയ്യുന്നത്? നടറോട്ടിലാണോ ബോട്ടിൽ പൊട്ടിക്കുന്നത്? നടക്കുന്ന വഴിയിൽ. ഏയ് മാഡം, ഏയ് മാഡം, ഏയ് മാഡം. അയ്യോ, ഈ സ്ത്രീക്ക് എന്ത് പറ്റി? അല്ല, എന്താ ഇവിടെ? വണ്ടി എടുത്ത് മാറ്റാൻ നോക്ക്. എന്താ ഇവിടെ? അല്ല, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വട്ടം കൂടി നിൽക്കുകയല്ല. ആലിയ, എനിക്കറിയാവുന്ന കുട്ടിയാ. എല്ലാവരും ഒന്ന് മാറിയുന്നേ സൈഡിലോട്ട് പ്ലീസ്. ആലിയ, ആലിയ, പെട്ടെന്ന് പോയി എന്റെ കാറിന്റെ ഡോർ തുറക്ക്. അച്ഛമ്മ എന്താ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്താ ഉറങ്ങാത്തെ? ഞാൻ ഉറങ്ങിക്കോളാം, നീ പോയിക്കോ. നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കോ. അബിയെ സൂക്ഷിച്ചോളേ. എന്ത് പറ്റിയെന്ന് പറയാ. അത് ആലിയയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അബിയ എന്നോട് പറഞ്ഞത് ആലിയ വളരെ ദേഷ്യത്തിൽ വണ്ടി എടുത്തോണ്ട് പുറത്തേക്ക് പോയിന്ന്. ഇതുവരെയും വന്നില്ലല്ലോ, ഒരുപാട് സമയമായല്ലോ. അച്ഛമ്മ ഫോൺ ചെയ്തോ അവളെ? ഫോൺ ചെയ്തിരുന്നു, പക്ഷേ അവളുടെ ഫോൺ അവളുടെ മുറിയിൽ തന്നെയുണ്ട്. എന്തു ചെയ്യും? അച്ഛമ്മ വിഷമിക്കണ്ട, ഞാൻ അദ്ദേഹത്തോട് പറയാം. അദ്ദേഹം പോയി വിളിച്ചോണ്ട് വരൂ അവളെ. അദ്ദേഹം കൊണ്ടുവരും. അച്ഛമ്മ പോയി കിടന്നുറങ്ങും. ആലിയ ഇവിടെ ഇങ്ങോട്ട് കിടത്തു. എന്താ ഇവൾക്ക് പറ്റിയത്? എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനെ. ചിലപ്പോ ഡ്രിങ്ക്സ് കൂടുതൽ കഴിച്ചു കാണും. കണ്ണു തുറക്കും മോളെ, കണ്ണു തുറക്ക്. വിഷമിക്കാതിരിക്ക അച്ഛമ്മ, അവൾക്ക് ബോധം വരും. ഇന്നിവിടെ പ്രണവിന്റെ കല്യാണം നടക്കേണ്ടതല്ലേ? പക്ഷെ ഇപ്പോ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നുമില്ല. ആക്ച്വലി ഞാനിവിടെ പ്രണവിന്റെ കല്യാണത്തിന് വേണ്ടി വന്നതാ. പക്ഷെ ഇവിടെ കണ്ടിട്ട് ഞാനിനി ലേറ്റ് ആയതാണോ അതോ നേരത്തെ കഴിഞ്ഞു കല്യാണം? ഇല്ല, അത് അൺഫോർച്ചുനേറ്റ്ലി ബുൾബുളിനൊരു ആക്സിഡന്റ് ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് കല്യാണം മാറ്റിവെച്ചു. ഓ, അത് ഞാൻ പ്രണവിന്റെ കല്യാണത്തിന് വേണ്ടി വരുമ്പോ വഴിയിൽ ആലിയ ബോധം കെട്ട് കിടക്കുന്ന കണ്ടു. അത് പ്രണവിന്റെ ബുൾബുളിന്റെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തു. സോറി, എനിക്ക് നിങ്ങളെ അറിയിക്കാനും കഴിഞ്ഞില്ല. നോബി, സാരമില്ല. ആസ് ലോങ് ആസ് എല്ലാവരും ഓക്കെ അല്ലേ? ശരി, ഞാൻ ഇറങ്ങുന്നു. അതെന്താ എനിക്ക് അങ്ങനെ തോന്നുന്നത്? ഇവർ പറയുന്നതൊന്നും സത്യമല്ല എന്ന്. സത്യം എന്താണെന്ന് ഇവർക്ക് പറയാനും പറ്റുന്നില്ല. അന്വേഷിക്കേണ്ടി വരും എക്സാക്ട്ലി ഇവിടെ എന്താ നടന്നതെന്ന്. ബിക്കോസ് യു നെവർ നോ. തനുവിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ ആരാണ് സഹായിക്കാൻ പോകുന്നത്? നീ ഇത് കണ്ടോ പ്രിയ? അബി ആലിയെ ഒന്നും നോക്കിയതുപോലും ഇല്ല. എനിക്കറിയില്ല, ഇവരുടെ ബന്ധത്തിന് ആരുടെയോ ദൃഷ്ടി കെട്ടിയിട്ടുണ്ട്. അച്ഛമ്മ, ദൃഷ്ടിദോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടാവും. അച്ഛമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവാനാ? എന്റെ ഗുരുനാഥ,
ഞാൻ അങ്ങയോട് ലോകത്തിലെ ഒരു സൗഭാഗ്യവും ചോദിക്കുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യരുതേ. എന്റെ ഗുരുവേ, ഒന്നിപ്പിക്കണേ, എന്റെ കുഞ്ഞുങ്ങളെ ഒന്നിപ്പിക്കണേ. അമ്മേ, എന്താ ആശ്വാസമാണല്ലേ ബുൾബുൾ വീട്ടിലേക്ക് വന്നപ്പോ. പിന്നെ ഡോക്ടറും പറഞ്ഞു 2-3 ദിവസം കൊണ്ട് എല്ലാം ഭേദമാവോ. നമ്മൾ പ്രിയോട് പറഞ്ഞതേ ഇല്ലല്ലോ ബുൾബുൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയെന്ന്. ആ അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പ്രിയെ ഫോൺ ചെയ്യാം. ഇല്ലെങ്കിൽ പാവ ആകെ വിഷമത്തിലായിരിക്കും. ഇപ്പൊ വിളിക്കാം. ഓ, അവിടുന്നാ വിളിക്കുന്നേ. ഓ, അബയുടെ അച്ഛമ്മയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റേ. ഹലോ. നമസ്കാരം സർളേ. നമസ്കാരം അമ്മേ. ബുൾബുളിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ബുൾബുളിന് നല്ല ഭേദമുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. സന്തോഷം, സന്തോഷം. ദൈവത്തിന് നന്ദി. എന്റെ ഒരു കുഞ്ഞിന്റെ തലയിൽ നിന്നും കഷ്ടകാലം മാറിക്കിട്ടി. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. കഷ്ടകാലം നീങ്ങിപ്പോയതാ. ഞാൻ അങ്ങനെയാ കരുതുന്നത്. എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എത്ര ലജ്ജിക്കുന്നുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ആലിയ ബുൾബുളിനോട് ഇങ്ങനെ ചെയ്യുമെന്ന്. ഇവിടെ എന്തൊക്കെ നടന്നോ അതിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇല്ലില്ല, അമ്മ അങ്ങനെയൊന്നും പറയരുത്. അമ്മ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? അമ്മ എന്നേക്കാൾ മുതിർന്ന ആളല്ലേ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈ കാര്യത്തിന് ഇങ്ങനെ മാപ്പ് ചോദിക്കാൻ. പിന്നെ എനിക്കറിയില്ലേ അമ്മ ബുൾബുളിനെയും പ്രിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇത്ര നാളും കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും എത്ര നന്നായിട്ട് അമ്മ ചെയ്തത്. ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു പാഠം ഞാൻ പഠിച്ചമ്മേ. നമ്മൾ ഒരാളെ അളവിലധികം സ്നേഹിച്ചാലും വിശ്വസിച്ചാലും എപ്പോ വേണമെങ്കിലും തിരിഞ്ഞ് നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ടെന്ന്. സർല, നീ എന്തായി കാണിക്കുന്നത്? ആ ഫോണിങ്ങതാ. ആ, ഹലോ. നമസ്തേ ചേച്ചി. അത് നിങ്ങൾ സർല പറഞ്ഞത് അധികം കാര്യമാക്കണ്ട. സത്യത്തിൽ അവൾക്ക് അല്പം സങ്കടം വന്നതുകൊണ്ടാണ്. കുട്ടികളായ തെറ്റ് ചെയ്യും. നമ്മൾ മുതിർന്നവരുടെ കടമയില്ലേ അവർക്ക് മാപ്പ് കൊടുക്കുക എന്നത്. ഇത് നിങ്ങളുടെ വലിയ മനസ്സാണ്. ഇപ്പോ 2 കുടുംബവും ഒന്നാണ്. നമ്മുടെ സുഖദുഃഖങ്ങളും ഒന്നാണ്. ശരിയാ നിങ്ങൾ പറയുന്നത്. ആ, ഇപ്പൊ ഞാൻ ഫോൺ വെക്കുകയാണ്. ഞാൻ പിന്നീട് വിളിച്ചോളാം. ഞാൻ ഈ സർലയുടെ മൂഡ് ശരിയാക്കട്ടെ. ഇല്ലെങ്കിൽ ബുൾബുളിന്റെ കൂടെ ഇവളെയും ഞാൻ കെടുത്തേണ്ടി വരും. ശരി ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. ആ, ബുൾബുളിന് ഭേദമായി. ഗുരുവേ നന്ദി. ബുൾബുളിന് ഇപ്പൊ എങ്ങനെയുണ്ടാവോ? ആരും ഒന്നും വിളിക്കുന്ന കൂടെ ഇല്ലല്ലോ. എന്തു പറ്റി? എന്താ ഇവിടെ നിൽക്കുന്നേ? നിങ്ങൾ എഴുന്നേറ്റായിരുന്നോ? ഞാൻ കോഫി കൊണ്ടുവരാം. ഞാൻ ചോദിച്ചത് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാ. ഒന്നുമില്ല. ഇന്നലെ നീ എന്നെ നിന്റെ സുഹൃത്താക്കിയിട്ട് ഇന്ന് സുഹൃത്തിനോട് നുണ പറയാണോ? അറിയാമോ സുഹൃത്തുക്കളോടൊന്നും മറച്ചു വെക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന്. ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പോയി കോഫി കൊണ്ടുവരാം. എന്നിട്ട് ബുൾബുളിന്റെ ഓർമ്മ വന്നോ? നോക്ക്, ഒന്നും സംഭവിക്കില്ല ബുൾബുളിന്. അവൾ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നീ അവളെ ഓർത്ത് ടെൻഷനെ അടിക്കണ്ട. പിന്നെ അവളുടെ കാര്യത്തിൽ യമരാജാവിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. ബുൾബുളിന്റെയും പ്രണവിന്റെയും വിവാഹം നടന്നില്ലല്ലോ എന്നോർത്ത്. അല്ല, നീ എന്തിനാ കരയുന്നേ? കരച്ചിലൊന്ന് നിർത്ത്. ശരി, പറഞ്ഞാ പോരെ ബുൾബുളിനെ കാണാൻ പോണോന്ന്. നമുക്ക് ഒരുമിച്ച് തന്നെ ബുൾബുളിനെ കാണാൻ പോവാം. നോക്ക്, ഇങ്ങനെ കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിന്റെ കണ്ണാടിയിൽ കാറിന്റെ വൈപ്പർ വയ്ക്കേണ്ടി വരും. ബോക്സിങ്ങോ? ബോക്സിംഗ് ചെയ്യാൻ പോവാണോ? കമോൺ, ബോക്സ്. ലേറ്റ് ആയി പോയി. എനിക്ക് 2 മിനിറ്റ് താ, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് ബുൾബുളിനെ കാണാൻ പോകുന്ന വഴിക്ക് കാറിലിരുന്ന് നമുക്ക് ബോക്സ് ചെയ്യാം. ഇതൊക്കെ എന്താ പ്രണവ്? അതേ ചോക്ലേറ്റ്സ്, അതേ ഫ്ലവർ. നിനക്കറിയോ ഞാൻ എന്ത് സന്തോഷത്തിലാണെന്ന്. എനിക്ക് പുതിയ പരിക്ക പറ്റിയല്ലോ എന്നോർത്ത്, എനിക്ക് പുതിയ ഗിഫ്റ്റ്സ് കിട്ടുമല്ലോ എന്നോർത്ത്. നീ എന്താ കൊണ്ടുവന്നത്? എനിക്ക് അതേ ഫ്ലവേഴ്സും അതേ ചോക്ലേറ്റ്സും. ഇത് നീ എനിക്ക് എപ്പോഴും തരുന്നല്ലേ. പിന്നെ എന്റെ പുതിയ മുറിവ് കൊണ്ട് പ്രയോജനം? ശരി, ഐ എം സോറി. അടുത്ത പ്രാവശ്യം നിനക്ക് പുതിയതും ഡിഫറെന്റുമായത് കൊണ്ടുവരാം. പക്ക പ്രോമിസ്. അടുത്ത പ്രാവശ്യം എന്ന് വെച്ചാ
നീ ഉദ്ദേശിച്ചത് ഇതല്ലേ? എനിക്ക് അടുത്ത പ്രാവശ്യം ആക്സിഡന്റ് ആവുമ്പോ നീ എനിക്ക് പുതിയ ഫ്ലവേഴ്സ് ബുൾബുൾ, നീ ഇങ്ങനെ ഒരിക്കലും പറയല്ലേ. നിനക്കറിയാലോ നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന്. പിന്നെ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ നിന്റെ പേരാണ് എഴുതിയിരിക്കുന്നെങ്കിൽ പിന്നെ എന്താ നമുക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തിനാ ദൈവം നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത്? നമുക്ക് എന്താ ഒന്നാവാൻ കഴിയാത്തത്? നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു സന്തോഷത്തോടെ ഇരിക്കാൻ, പക്ഷെ നമുക്ക് ഒന്നാവാൻ കഴിയുന്നേ ഇല്ല. എന്താ ബുൾബുൾ അങ്ങനെ? അതെന്താന്നറിയോ പ്രണ, വിധിക്ക് നിന്നോട് ദേഷ്യം ആയതുകൊണ്ടാ. നീ എനിക്ക് വേണ്ടി എപ്പോഴും ഫ്ലവേഴ്സും പിന്നെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരാറില്ലേ, അതുകൊണ്ടാ. എന്നാണോ നീ എനിക്ക് പുതിയ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്, ആ ദിവസം വിധി നിനക്ക് എന്നെ ഗിഫ്റ്റ് ആയിട്ട് തരും. ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത്. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതിരിക്കും ചേച്ചി. എത്ര ദിവസം എല്ലാവരും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. വേറെ എന്ത് ചെയ്യാനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എപ്പോ പ്രണവിന്റെയും ബുൾബുളിന്റെയും വിവാഹം നടത്താൻ നോക്കിയാലും അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സംഭവിക്കും. പക്ഷെ ഇത്തവണ നമ്മുടെ സ്വന്തം ആലിയ തന്നെ ചതിച്ചു കളഞ്ഞു. എന്തൊക്കെയായാലും നമ്മുടെ ബന്ധം നല്ല ആൾക്കാരുമായി ഇടപെട്ടത് കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ക്ഷമിക്കുക? സ്വന്തം മോളുടെ ജീവൻ കളയാൻ ശ്രമിച്ചവരെ. അച്ഛമ്മേ, എനിക്ക് നേരത്തെ അറിയായിരുന്നു ആലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. എനിക്ക് അവളെ നല്ല സംശയം ഉണ്ടായിരുന്നു. എന്ത്? നിനക്ക് സംശയമുണ്ടെന്നോ? പിന്നെന്താ പറയാഞ്ഞത്? അതിപ്പം എങ്ങനെ പറയാൻ പറ്റും? എനിക്കാണെങ്കിൽ എന്റെ സംശയത്തിന് തന്നെ സംശയമായിരുന്നു. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ശേഷം ആലിയ ചിലപ്പോ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലോ? അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നോട് ചോദിക്കില്ലേ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് ആലിയെ കുറിച്ചെന്ന്? അതുകൊണ്ടാ ഞാൻ മിണ്ടായിരുന്നു. വിട്ടുകളയെ ചേച്ചി, ഈ വക കാര്യങ്ങളൊക്കെ മറന്നുകളെ. സംഭവിച്ചതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ വീടിന്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അന്ന് മുതൽ ഇന്ന് വരെ അബിയെയും പ്രിയയും ചിരിച്ച മുഖത്തോടെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പ്രിയ പ്രഗ്നന്റും ആണ്. ഈ അവസ്ഥയിൽ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. നീ പറയുന്നത് ശരിയാ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്തോ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സുദർശന ഹോമം നടത്താം. എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും നീങ്ങാൻ അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ മൂഡും ഒന്ന് ഫ്രഷാവും. അതിന് ഞാൻ അവന്റെ ചിരി തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യമാ പറഞ്ഞത്. പക്ഷെ നീ അവന്റെ ദേഷ്യം കൂട്ടുന്ന കാര്യമാ പറയുന്നത്. പൂജയ്ക്കിരിക്കുന്നത് പോയിട്ട് അവൻ ആ ദിവസം വീട്ടിൽ തന്നെ നിൽക്കാതെ ഓടിപ്പോകും. എന്ത് പറ്റി നിനക്ക്? ആന്റി റീസൺ കിട്ടി പാർട്ടി നടത്താൻ. ഞാൻ എങ്ങനെ മറന്നേ? ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എങ്ങനെയാ മറന്നുപോയത്? എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ജന്മനാളാണെന്ന്. പക്ഷെ ആരുടെ ആണെന്ന് മറന്നുപോയി. എന്തായാലും അതൊക്കെ വിട്. ഇപ്പൊ റീസൺ കിട്ടിയില്ലേ? ഇനി പാർട്ടി നടത്താം. ഒരു സർപ്രൈസ് പാർട്ടി തന്നെ നടത്താം. അതും ഏട്ടനോട് പറയാതെ. എന്ത് പറയുന്നു അച്ഛമ്മേ? അതാണ് അപ്പോഴേ ഒരു രസമുള്ളൂ. പിന്നെ സർപ്രൈസും പാർട്ടിയുടെ സർപ്രൈസും അടിപൊളിയായിരിക്കണം. അതിനേക്കാൾ രസമായിരിക്കും ഈ കാര്യം പ്രിയ ചേച്ചി അറിയാതെ ചെയ്താലും. ഇല്ല രചന മോളെ, പ്രിയയോട് നമുക്ക് പറയാം. ശരിയാ ചേച്ചി രചന പറഞ്ഞത്. അബിയുടെ കൂടെ പ്രിയയ്ക്ക് ഒരു സർപ്രൈസ് കിട്ടിയ എന്ത് സന്തോഷായിരിക്കും. പിന്നെ ഇനിയിപ്പോ ബാക്കി വെച്ച ആ ഒരു കാര്യം കൂടി അങ്ങ് തീർത്തേക്കാന്നേ. എന്ത് കാര്യം? പ്രിയ പ്രഗ്നന്റ് ആണെന്ന വിവരം. നമ്മുടെ വീട്ടിലൊരു റോക്ക് സ്റ്റാർ വരാൻ പോവല്ലേ. അതിനുവേണ്ടി ഒരു പാർട്ടിയിൽ 2 കാര്യം. അതിന്റെ അർത്ഥം വരുന്ന അതിഥികളോട് നമുക്ക് പറയാം നമ്മുടെ പ്രിയ പ്രഗ്നന്റ് ആണെന്ന്. ശരി മോനെ, അപ്പോ നീ പ്രിയയോട് ഒന്നും പറയരുതേ. പിന്നെ മോനെ, ഇത്തവണയും ഈ പാർട്ടി നീ തന്നെ അറേഞ്ച് ചെയ്യണം. ഡോണ്ട് വെറി അച്ഛമ്മേ, എപ്പോഴും എല്ലാ പാർട്ടിയുടെയും കാര്യങ്ങൾ ഞാനല്ലേ നോക്കാറ്. പിന്നെ ഇത്തവണത്തെ പാർട്ടി ഉണ്ടല്ലോ, ഏട്ടനും ചേച്ചിയും ജീവിതകാലം മുഴുവൻ ഓർക്കും. നീ ഒരു സംഭവം തന്നെയാട്ടോ. എന്തൊക്കെയാ അവിടെ പറഞ്ഞേ? എന്നുവച്ചാ ഈ റിപ്പോർട്ടേഴ്സിന്റെ ജോലി തന്നെ സംസാരിക്കലാണ്. നീ അവരുടെ സംസാരം തന്നെ നിർത്തിയില്ലേ? എനിക്ക് പോലും അവരെ ഫേസ് ചെയ്യാൻ പേടിയാണ്. അവരെയല്ലേ നീ മിണ്ടതാക്കിയത്? ചില ടീച്ചേഴ്സ് അവരുടെ സ്റ്റുഡൻസിനോട് ചെയ്യുന്ന പോലെ. ബ്രില്യൻ. അത് എളുപ്പാ. മനസ്സിലുള്ളതേ സംസാരിക്കാവൂ. ഉള്ളിലുള്ളത് സത്യമാണെങ്കിൽ ധൈര്യത്തോടെ പറയാലോ. പക്ഷെ നീ പറഞ്ഞ 2 കാര്യങ്ങളിൽ 2 നുണയാണല്ലോ. ബുൾബുളിന്റെ കല്യാണം ആലിയ കാരണമാണ് മുടങ്ങിയത്. പിന്നെ ഞാൻ നിന്റെ ഐഡലാണെന്നും ഒരിക്കലും നടക്കാത്ത കാര്യം. എന്തുകൊണ്ടില്ല? ഇത്ര മോശപ്പെട്ട മനുഷ്യൻ ഒരാളുടെ ഐഡൽ ആകുന്ന എങ്ങനെ? എന്തുകൊണ്ടാവാൻ പറ്റില്ല? അത് ഭഗവാനെ തന്നെ നോക്കൂ.
ഭഗവാൻ എത്രയോ ആൾക്കാരുടെ ഐഡല. പക്ഷെ ചിലർക്ക് നല്ലത് ചെയ്യുന്നു, ചിലർക്ക് ചീത്തയും. അതിന്റെ അർത്ഥം ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്നാണോ? നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഭഗവാൻ എന്തിനാ കൊണ്ടുവരുന്നത്? കാരണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇവിടെ കാണാത്തെന്താ? പ്ലീസ് 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 പ്ലീസ്, നീ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സാക്ഷാൽ ഭഗവാൻ താഴെ ഇറങ്ങി വരും. വെറുതെ എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾക്ക് എന്തിനാ ഭഗവാനോട് ഇത്ര ദേഷ്യം? ദൈവം എല്ലാം തന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലില്ല, ഞാൻ നേടിയതൊക്കെ എന്റെ അധ്വാനം കൊണ്ട് നേടിയതാണ്. അതിന്റെ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല, ഭഗവാന് പോലും. എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നത്? നമ്മൾ ഒരേ സ്ഥലത്തുകൂടി വീണ്ടും വീണ്ടും കറങ്ങുന്ന പോലെ. ആ കട ഞാൻ 3ാമത്തെ തവണയാ കാണുന്നത്. എന്താ അതുപോലെ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഞാൻ ഈ സ്ഥലത്ത് ഇന്ന് വന്നതല്ല. ഈ കട ഉണ്ടല്ലോ, ഈ കട ഇതൊന്നേ ഉള്ളൂ. എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നേ. എന്താ തോന്നാത്ത? ആലിയ കാരണോ? മൈഥിലി, നീ തെറ്റായി ചിന്തിച്ചിരിക്കുക. അവള് നിന്റെ വലിച്ചീറുകയല്ല, നിന്നെ കത്തിക്കും. ഇവള് തീജ്വാലയാ, തീജ്വാല. ആലിയ, നീ വീട് വിട്ടു പോവാണോ? മൈഥിലി, ആലോചന കണ്ട് സംസാരിക്ക്, ഇല്ലെങ്കിൽ ഈ തീജ്വാല നിന്റെ പുറത്തേക്കായിരിക്കും പടർന്നു പിടിക്കുന്നത്. ആലിയ, ഞാൻ ഉദ്ദേശിച്ചത് നീ എവിടേക്കെങ്കിലും പോവാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇല്ല, എനിക്കെന്ത് ഉദ്ദേശങ്ങളാ? എനിക്കൊന്നുമില്ല. ഞാനൊരു പാവം, വെറുതെ നടക്കുന്നു, ഏതെങ്കിലുമൊക്കെ റൂമിൽ പോകുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നടക്കും. ഞാൻ നിങ്ങളെ വിളിച്ചോ എന്റെ അടുത്തേക്ക് വരാൻ? ഇല്ല, നീയല്ല എന്നെ വിളിച്ചത്. അതെന്താന്ന് വെച്ചാ ഞാൻ നിന്റെ അച്ഛമ്മയുടെ കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. അത് പിന്നെ നീ മറന്നുപോയാലിയേ, അഭിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അതുകൊണ്ട് നമ്മളെല്ലാരും കൂടി ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അച്ഛമ്മ പറയാ, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താ അഭി നിനക്ക് മാപ്പ് തരുമെന്ന്. ഏതഭി? ഏതഭിന്ന് വെച്ചാ നിന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? അഭി ദ റോക്ക് സ്റ്റാർ, നിന്റെ മൂത്ത ചേട്ടൻ. എനിക്കൊരു സഹോദരനുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പോയി അച്ഛമ്മയോട് പറഞ്ഞേക്കും ഞാൻ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് പോവാണ്, എനിക്ക് ആരെയും കാണണ്ടെന്ന്. നീ പുറത്തു വെക്കോ, എന്നാലും പാർട്ടി ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊന്ന് വിഷ് ചെയ്തിട്ടെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരെയും വിഷ് ചെയ്യണ്ട. മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു ഏട്ടനും ഇല്ല. എന്റെ ദേഷ്യം മുഴുവൻ നിങ്ങളുടെ അടുത്ത് തീർക്കുന്നതിന് മുമ്പ് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ലീവ്. ഇവൻ ഇതുവരെ റോബിൻ എന്റെ കോഫി. ഇവരും എന്താ ഇവന്റെ പ്രോബ്ലം? എത്ര നേരം ഒരു കോഫി ചോദിച്ചിട്ട്? ഞാൻ റോബിനല്ലേ വിളിച്ചത് കോഫി കൊണ്ടുവരാൻ വേണ്ടി? ഞാൻ കിച്ചണിലായിരുന്നു, അപ്പൊ വിചാരിച്ചു കോഫി ഉണ്ടാക്കാൻ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നീ പോയതിനു ശേഷം എനിക്ക് വേണ്ടി ആര് കോഫി ഉണ്ടാക്കും? പ്ലീസ്, ഇപ്പൊ എങ്ങനെ പോകുന്നു അങ്ങനെ അങ്ങ് പോട്ടെ, വെറുതെ എന്നെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ. എല്ലാം നേരെ തന്നെയാണല്ലോ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്? ഐ ആം സോറി. എന്തോ പോലെ തോന്നുന്നു, ആകെ ഒരു വല്ലായ്മ പോലെ. എന്തെങ്കിലും വല്ലായ്മ തോന്നുന്നുണ്ടോ? ഞാൻ കോഫി കുടിച്ചോളാം, അപ്പൊ അല്ലേ ശരിയാവും. ഈ കോഫിയിൽ നീ നിന്റെ വിരലിട്ട് മുക്കിയോ? കോഫിയിൽ ആരെങ്കിലും വിരലിടുമോ? എപ്പോഴും ഉള്ളതിനേക്കാൾ ഇന്ന് കുറച്ച് മധുരം തോന്നുന്നു. നിങ്ങളുടെ തലയിൽ എവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്? വിരൽ മുക്കിയാലും കോഫിയിൽ മധുരം കൂടുവോ? അതിപ്പോ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ, ആരാണോ മുക്കിയത് അയാളുടെ സ്വഭാവം പോലെ. ഇനിയിപ്പോ മുക്കിയ ആള് സ്വീറ്റ് ആണെങ്കിൽ അയാളുടെ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും സ്വീറ്റ് ആയിരിക്കില്ലേ? തനു നോക്കൂ, എനിക്കറിയാം നമ്മള്. തനു, നീ എന്താ പെട്ടെന്ന്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ? നിനക്കറിയോ പ്രഗ്നന്റ് ആവൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്? മാത്രമല്ല, കല്യാണം പോലും കഴിയാത്തൊരു ഗർഭിണിയുടെ അവസ്ഥ എന്താണെന്നറിയോ? അതിന്റെ കൂടെ എന്റെ പാരന്റ്സും. നിനക്കറിയാലോ അവരെന്താ ആഗ്രഹിക്കുന്നെന്ന്. എനിക്കറിയാം, ഞാൻ സംസാരിച്ചതല്ലേ അവരോട്. എന്നാ നീ ഇങ്ങനെ പെട്ടെന്ന് വന്നോ? ഒന്നും പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളല്ല. ഐ മീൻ, നീ കണ്ടതല്ലേ എന്റെ പാരന്റ്സിനെ തടയാന്നുള്ളത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്.
അവർ ലാസ്റ്റ് ടൈമിൽ അച്ഛമ്മയോടെല്ലാം പറയാൻ വേണ്ടി പോവായിരുന്നു. ഞാൻ അവരെ തടഞ്ഞു നിർത്തിയത്. ഞാനാ പറഞ്ഞ അച്ഛമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന്. അങ്ങനെ ചെയ്താൽ നിനക്കും അബിക്കും കൂടുതൽ സമയം കിട്ടുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷെ ഇല്ല, നിങ്ങൾ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്ത് ഇവിടെ കിടന്ന് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാ. അടിച്ചു പൊളിക്കുന്നു. നിനക്കാണെങ്കിൽ ജീവിതത്തിൽ ഒരു ടെൻഷനും ഇല്ലല്ലോ. ഞാനിവിടെ ടെൻഷൻ അടിക്കുകയല്ല, മരിച്ചുകൊണ്ടിരിക്കുക. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാ തനു. സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ അല്ല. അതുകൊണ്ട് ഇന്ന് അബിയുടെ ബർത്ത്ഡേ ആണ്. നാളെ നിന്റെ ബർത്ത്ഡേ വരും, പിന്നെ അച്ഛമ്മയുടെ ബർത്ത്ഡേ വരും. നിങ്ങളുടെ എൻജോയ്മെന്റ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്റെ പ്രോബ്ലംസ് മാറ്റമില്ലാതെ തുടരും. എന്റെ മമ്മിയും ഡാഡിയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് എങ്ങനെ സമയം ചോദിക്കും? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബി. അബിയുടെ അച്ഛമ്മയോട് സത്യം പറയാൻ സാധിക്കില്ല. പക്ഷെ നിനക്ക് പറ്റില്ലേ? എന്നെ കല്യാണത്തിന്റെ പ്രതീക്ഷകൾ തന്ന് കാൽക്കീഴിൽ കൊണ്ട് നിർത്തിയിരിക്കുവാണോ നീ? നിനക്ക് ഇവിടുന്ന് പോവാനുള്ള സമയമായില്ലേ? അതോ എന്നോട് എന്തെങ്കിലും ഗെയിം കളിക്കുവാണോ നീ? നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടായി സംസാരിക്കുന്നത്. തന്നെ എന്നോട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല നീ. ആദ്യം ഞാൻ അബോർഷൻ ചെയ്യുമെന്ന് കരുതിപ്പോഴേക്കും നീ എന്നെ വിശ്വസിപ്പിച്ചു എനിക്കും എന്റെ കുഞ്ഞിനും അവകാശം നേടിത്തരുമെന്ന്. അബിയോ എന്റെ കല്യാണം നടത്തി ഈ വീടിന്റെ മരുമകളാക്കുമെന്നല്ല നീ പറഞ്ഞേ. ഇപ്പോഴാണെങ്കിൽ നീ നിന്റെ അനിയത്തിയുടെ കല്യാണം തിരക്കില്ല. അവളുടെ കല്യാണം നടക്കുന്നില്ല. പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നത്? എന്റെ കുഞ്ഞു പുറത്തു വരാൻ വേണ്ടിട്ടോ? അല്ല തനു, പ്ലീസ് പ്ലീസ് കാം ഡൗൺ. ഞാൻ അതല്ല ഉദ്ദേശിച്ചു. അഥവാ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, എന്റെ വീട്ടിൽ നിൽക്കില്ല.